ഓക്കെ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ക്ലാസ്സിലേക്ക്. കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാ. ഓക്കെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. അപ്പോ ഓരോരോ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് ആ ക്വസ്റ്റ്യന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഫാക്ട് നമ്മൾ പഠിക്കുമ്പോഴും അതിനകത്തുനിന്ന് അവര് രചിച്ച രചനകൾ എന്ന് പറയുന്നത് എന്താ പറയാ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണൊക്കെയാണ് പൊതുവെ PSC പരീക്ഷകൾക്കൊക്കെ ചോദിക്കുക. പക്ഷെ ഈ കഴിഞ്ഞ ഒരു എക്സാമിന് ഞാൻ നോക്കിയിട്ട് ഒരു 4 ക്വസ്റ്റ്യനോളം അവരെഴുതിയിട്ടുള്ള രചനകൾ എന്നുള്ള ഭാഗത്തുനിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആട്ടക്കഥകൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പലരും രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇത് ആരെഴുതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ദ ഓതർ ഓഫ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചേക്കണേ. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷനുകൾ ആരൊക്കെയാണ്. വാഗ്ഭടാനന്ദനെ തന്നിട്ടുണ്ട്, AK ഗോപാലൻ അല്ലെങ്കിൽ AKG തന്നിട്ടുണ്ട്, പിന്നെ EMS ആണ്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് EMS ആണ്. അതേപോലെ VT ഭട്ടതിരിപ്പാട്. ഇത്രയും പേരെയാണ് തന്നേക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ AKG യെ കുറിച്ചും VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചും ഒക്കെ അവരുടെ രചനകളെ പറ്റിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അവരെഴുതിയ രചനകളൊക്കെ നമുക്ക് അവിടെ നോക്കാം. ഇവിടെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് 1.25 കോടി മലയാളികൾ. അപ്പൊ നമുക്കറിയാം നമ്മുടെ എന്താ പറയാ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്നു EMS നമ്പൂതിരിപ്പാട് അല്ലെ. അപ്പൊ കേരള രൂപീകരണം 1956 നടന്നിട്ട് 1957 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരികയാണ്. ആ അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഓക്കെ. അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് 1.25 കോടി മലയാളികൾ. അപ്പോ ഈ ഒരു അദ്ദേഹത്തിന്റെ ഭരണകാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ 1957 അധികാരത്തിൽ വരികയും പിന്നീട് ഒരു വിദ്യാഭ്യാസ ബില്ല് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആ ഒരു വിദ്യാഭ്യാസ ബില്ലിനെ തുടർന്നിട്ട് ഒരുപാട് എതിർപ്പുകൾ വരികയും അങ്ങനെ ഈ ഒരു മന്ത്രിസഭ താഴെ ഇറങ്ങുകയും അതിനുശേഷം പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സെൻട്രൽ നിന്നുള്ള ഭരണം കേരളത്തിൽ നിലവിൽ വരികയും ചെയ്തിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് EMSന്റെ ആദ്യത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇതോടനുബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറെ പുസ്തകങ്ങളെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് രചനകൾ നമുക്ക് നോക്കാം. എന്താണ് ആദ്യത്തേത്? ഞാൻ മലയാളത്തിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ആ ഒരു പ്രൊണൗൺസിയേഷനും കാര്യങ്ങളും മാറണ്ടെന്ന് പറഞ്ഞിട്ട്. ആദ്യത്തേത് കൈരളിയുടെ കഥ. N. കൃഷ്ണപിള്ള രചിച്ചിട്ടുള്ള രചനയാണ്. കൈരളിയുടെ കഥ ആരാ എഴുതിയത്? N. കൃഷ്ണപിള്ളയാണ് രചിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ ഉള്ളത് ഭാരത പര്യടനം. ഭാരത പര്യടനം രചിച്ചിട്ടുള്ളത് കുട്ടിക്കൃഷ്ണ മാരാറാണ്. ഈ ഒരു പുസ്തകങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്കറിയാം ഒരുപാട് ആളുകൾ എഴുതിയ കുറെ പുസ്തകമുണ്ട്. ഇതിൽ ഏതെന്ന് വെച്ച് നമ്മൾ പഠിക്കും എന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ കുട്ടികളുടെ SCRT പുസ്തകം അല്ലെങ്കിൽ NCRT പുസ്തകം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ബുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് മൊത്തത്തില് പഠിക്കുന്ന സമയത്ത് എല്ലാവരുടെ ബുക്കും എടുത്തിട്ട് മുഴുവനും കാണാണ്ട് പഠിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റണത് TYQല് ആരുടെയെങ്കിലും കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെഴുതിയ ബുക്ക് നമുക്ക് പഠിച്ചു വെക്കാം. പിന്നെ SCRT ബുക്കിൽ ആരുടെയെങ്കിലും ഒക്കെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് എഴുതിയിട്ടുള്ള ബുക്കും പഠിച്ചു വെക്കാം. അപ്പോ SCRT പുസ്തകങ്ങളിൽ പൊതുവെ കാണുന്നതാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തിൽ നിന്നുള്ള പല പല ഭാഗങ്ങൾ. അപ്പൊ അത് എഴുതിയിട്ടുള്ളത് കുട്ടിക്കൃഷ്ണമാരാരാണ് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ അടരുന്ന കക്കകൾ എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് ആശാ മേനോനാണ്. ആശാ മേനോനാണ്. പിന്നെ വർണ്ണരാജി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ലീലാവതിയാണ്. അപ്പൊ ജനറൽ ആയിട്ടുള്ള PSC പരീക്ഷകളിൽ പൊതുവെ ചോദിക്കുന്ന കുറച്ച് പുസ്തകങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഇതില് ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. കമന്റ്സ് കാണണമെങ്കിൽ ഇങ്ങനെ നോക്കണം തോന്നുന്നു അല്ലെ. കമന്റുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം, ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ ഓഫ് ഡാഷ് വാസ് വൺ ഓഫ് ദ ഏർലി സ്ട്രഗിൾസ് ടു പ്രൊട്ടസ്റ്റ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. എന്താ അത്? മാറുമറയ്ക്കൽ സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള എന്നറിയപ്പെടുന്ന ലഹളയെ കുറിച്ചാണ് ചോദിച്ചേക്കണേ.
ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് ഈ പേര് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അത് മാത്രമല്ല, സാധാരണ ഈ ഒരു ലഹളയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തൊക്കെ ചോദിക്കുക, എന്തിനാണ് നടന്നതെന്ന് ചോദിക്കും, ഏത് വർഷമാണെന്ന് ചോദിക്കും. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്, ഏത് ഭാഗത്താണ്, കേരളത്തിന്റെ ഏത് ഏരിയയിലാണ് ഇത് നടന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അതും സ്പെസിഫിക് ആയിട്ട് സൗത്ത് മലബാർ, കൊച്ചിൻ തന്നിട്ടുണ്ട്, സൗത്ത് ട്രാവൻകൂർ, നോർത്ത് ട്രാവൻകൂർ, ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, സൗത്ത് ട്രാവൻകൂർ അല്ലെങ്കിൽ തെക്കേ തിരുവിതാംകൂർ ഭാഗത്ത് നടന്നിട്ടുള്ള അജിറ്റേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ ചാന്നാർ ലഹള അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം. പിന്നെ ഒരു പേരുണ്ട് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ടേം ആയിട്ട് ചോദിച്ച സ്ഥിതിക്ക് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ ഞാനിപ്പോ പറഞ്ഞ ഏത് ഭാഗം വേണമെങ്കിലും, ഏത് ടേം വേണമെങ്കിലും അവിടെ ചോദിക്കാം. മേൽമുണ്ട് സമരം എന്ന് ചോദിക്കാം, ചാന്നാർ ലഹള എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താ മാറുമറക്കൽ പ്രക്ഷോഭം എന്നും ചോദിക്കാം. അപ്പൊ ഈ ഒരു ലഹളയെ കുറിച്ച് പറയുന്ന സമയത്ത് ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്താണ്, പഴയ കാലത്ത് വർഷങ്ങളില് കേരളത്തില് ഭയങ്കരമായിട്ടുള്ള ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പോൾ താഴ്ന്ന ജാതിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇവിടെ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു നിയമമായിരുന്നു എന്താണ്, മാറുമറയ്ക്കാനുള്ള അവകാശം അവർക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇതിനെതിരെ എന്താണ്, നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകളും സ്ത്രീകളടക്കമുള്ളവരും അതേപോലെ തന്നെ പല എന്താ പറയാ സാമൂഹിക പരിഷ്കർത്താക്കളും ഇതിന് നേതൃത്വം നൽകുകയും സഹായം നൽകുകയും ചെയ്തു. അങ്ങനെ എന്താണ്, മാറി മറിക്കാനുള്ള അവകാശം അവർ നേടിയെടുക്കുകയാണ് ചെയ്തത്. ആ ഒരു ലഹളയാണ് ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴാണ്, ജൂലൈ 26, 1859 തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ ട്രാവൻകൂറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ആ സമയത്തെ രാജാവ് ആരായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് നോക്കി വെക്കണം. അന്നത്തെ ട്രാവൻകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് മഹാരാജ ആയില്യം തിരുനാളായിരുന്നു കേട്ടോ. മഹാരാജ ആയില്യം തിരുനാളായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ നാടാർ അല്ലെങ്കിൽ ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം നൽകിയിട്ട് കൊണ്ട് ഒരു പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഒരു വിളംബരം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ വിക്ടറി നടക്കുകയാണ് ചാന്നാർ ലഹളയുടെ. ഇതിൽ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ വേറൊരു കാര്യവും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മൾ ഈ പറയുന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കുറെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ വൈകുണ്ഠ സ്വാമിയാണ് എന്താണ്, ചാന്നാർ ലഹളയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകുന്നത്. ഒരുപാട് എന്താ പറയാ സഹായങ്ങൾ നൽകിയിട്ടുള്ള, ചാന്നാർ ലഹളയ്ക്ക് സഹായങ്ങൾ നൽകിയിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്, വൈകുണ്ഠ സ്വാമിയാണ്. ഓക്കെ, കമന്റ്സ് ഒന്നും ഇല്ലല്ലോ, നോക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു അജിറ്റേഷൻ ആയിരുന്നു ചാന്നാർ ലഹള എന്നുള്ളത്. വർഷം ഡേറ്റ് നോക്കി വെക്കുക, ജൂലൈ 26, 1859 ഈ ഒരു മറയ്ക്കാനുള്ള അവകാശം നേടിക്കൊണ്ടുള്ള ഒരു പ്രൊക്ലമേഷൻ വരുന്നത്. പ്രൊക്ലമേഷൻ അവതരിപ്പിക്കുന്നത് ആരാണ്, ട്രാവൻകൂർ, അന്നത്തെ ട്രാവൻകൂർ രാജാവായിട്ടുള്ള മഹാരാജ ആയില്യം തിരുനാളാണ്. നമ്മുടെ ചോദ്യത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ട് ഏത് ഭാഗത്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. എവിടെയാണ്, സൗത്ത് ട്രാവൻകൂറില്, തെക്കേ തിരുവിതാംകൂറിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ ആ പ്രദേശത്താണല്ലോ പ്രധാനമായിട്ട് രാജഭരണം ഉണ്ടായിരുന്നത്. അപ്പോ കൊച്ചി എന്ന് പറയുമ്പോഴത്തേക്കിനും കൊച്ചി കോഴിക്കോട് ഭാഗങ്ങൾ സാമൂതിരിമാരുടെ കയ്യിലായിരുന്നു. പിന്നെ മലബാർ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. കാരണം മലബാർ നേരിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള കുറെ അധികം പ്രക്ഷോഭങ്ങളാണ് മലബാർ ഏരിയയിൽ നമുക്ക് കാണാം. അതേസമയം ട്രാവൻകൂർ പോലുള്ള ഭാഗങ്ങളിൽ എന്താണ്, കുറെ സാമൂഹിക പരിഷ്കരണമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ വെട്ടിക്കളയാൻ നമുക്ക് പറ്റിയില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. എഗെയിൻ ഒരു പുസ്തകത്തെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം, ആത്മാനുതാപം ഈസ് റിട്ടൺ ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആത്മാനുതാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പൊ നമുക്ക് കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു തന്നിട്ടുണ്ട്, വൈകുണ്ഠ സ്വാമികൾ തന്നിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികൾ തന്നിട്ടുണ്ട്, അതേപോലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്ന അച്ഛനെ കുറിച്ചും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ പല കൃതികളും നമുക്ക് ചോദിക്കാറുണ്ട്. ആത്മോപദേശ ശതകം, ദൈവദശകം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. പിന്നെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ആനന്ദമതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയാ ഒരു ദർശനം അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പാലക്കാട്, കൊല്ലങ്കോട്, ആലത്തൂർ മേഖലകളിലൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. വിഗ്രഹാരാധനയ്ക്ക് എതിരായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രചനയാണ് മോക്ഷപ്രദീപം എന്ന് പറയുന്നത്.
ഈ മോക്ഷപ്രദീപം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുള്ള മറ്റൊരു കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്ന കൃതി. പിന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അപ്പോ ചട്ടമ്പി സ്വാമികളുടെ ഒരു കൃതിയിലാണ് അദ്ദേഹം എന്താണ് അമ്പലങ്ങൾക്ക് തീയിടുക എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, താഴ്ന്ന ജാതിയിലുള്ള അന്നത്തെ സോക്കോൾഡ് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്കും വേദം പഠിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് എന്താ അതിൽ വ്യത്യാസം തോന്നും, പക്ഷെ അന്നത്തെ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ വെച്ചിട്ട് അതൊരു വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ കൃതികളെ കുറിച്ചാണ് ഒരു കമന്റ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോവാഞ്ഞത് ഭാഗ്യം എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളെ കുറിച്ചാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി ഇവിടത്തെ ഉത്തരം എന്ന് പറയുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാലത്തിന് മുന്നേ നടന്നിട്ടുള്ള സാമൂഹിക നേതാവാണ് അദ്ദേഹം എന്ന് പറയും. അപ്പോ എന്താണ്, ക്രിസ്ത്യൻ മിഷനറിമാരുടെ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ ഒരു സാമൂഹിക പരിഷ്കരണം ലക്ഷ്യം വെച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറേയധികം പ്രവർത്തനങ്ങൾ നടന്നത്. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിന്റെ കീഴിലാണ്. അപ്പോ വാഴത്തട വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടാവും. വാഴത്തട വിപ്ലവം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല അല്ലെങ്കിൽ അച്ചടി പ്രസ് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അജിറ്റേഷൻ ആണ് എന്ത് പറയുന്നത്, വാഴത്തട വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇവിടത്തേത് അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ആത്മാനുതാപം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആത്മാനുതാപം എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെ ബുക്കുകളെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകങ്ങൾ തന്നെ തന്നിട്ട് ഈ കൂട്ടത്തിലെ അദ്ദേഹം രചിച്ചിട്ടുള്ള പോയം ഏത്? ആ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അദ്ദേഹം രചിച്ചിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പോയം താഴെ തന്നിട്ടുള്ളതിൽ ഏത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ തരാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഓർത്ത് വെക്കുക. ആത്മാനുതാപം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവിതകളാണ് കേട്ടോ, ക്രിസ്ത്യൻ വേഴ്സ് ആണ്, അദ്ദേഹത്തിന്റെ പോയംസ് ആണത്. പിന്നെ അനാസ്ത്യായ ബ്ലഡ് ടെസ്റ്റിമോണി അല്ലെങ്കിൽ അനാസ്തായയുടെ രക്തം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നെ നളാഗമങ്ങൾ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ്. നളാഗമങ്ങൾ എന്ന് പറയുന്ന കമന്റ് എന്തെങ്കിലും ഉണ്ടോ? സ്വാമികള് എന്താണ് മാറിപ്പോയി എന്ന് പറയുന്നത്? ഓക്കെ ശരിയാണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. സോറി. വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുമ്പോഴത്തേക്കിനും തെക്ക് ഭാഗത്തായിരുന്നു കേട്ടോ, തിരുവിതാംകൂറിൽ നടത്തിയിട്ടുള്ളതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നമ്മുടെ ആനന്ദമതം എന്ന് പറയുന്ന ഒരു ദർശനം അവതരിപ്പിച്ചത്. കൊല്ലങ്കോട് ആലത്തൂർ ഭാഗത്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രചനയാണ് മോക്ഷപ്രദീപം എന്ന് പറയുന്ന രചന. അതിനെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുള്ളതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നളാഗമങ്ങൾ പറഞ്ഞു. പിന്നെന്താ, നല്ല അപ്പന്റെ ചാവേറുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. പിന്നെ ധന്യസല്ലാപം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കിനും അടുത്ത ചോദ്യം എന്ത് തന്നെയാണ്, നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രചനകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ചിട്ടുള്ള കൃതിയാണ് അല്ലെ. അപ്പൊ വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ചിട്ടുള്ള ആ ഒരു കൃതി എന്തിനെ കുറിച്ചാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ മെയിൻ തീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ്, ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് സിസ്റ്റം ദാറ്റ് പ്രിവൈൽഡ് ഇൻ കേരള സൊസൈറ്റി.
കേരളത്തിൽ നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയായിരുന്നു എന്ന് തന്നിട്ടുണ്ട്. ഇൽ ട്രീറ്റ്മെന്റ് മെറ്റഡ് ഔട്ട് ടു ദ നമ്പൂതിരി വിമൻ എന്ന് തന്നിട്ടുണ്ട്. നമ്പൂതിരി സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന അന്നത്തെ ആ ഒരു ശോചനീയമായ അവസ്ഥയെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻഷുറിംഗ് പബ്ലിക് പ്ലേസസ് ടു ഓൾ എന്നുള്ളത് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പൊതുനിരത്തുകൾ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനുള്ള, പൊതു ഇടങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അപ്ലിഫ്റ്റ് ഓഫ് ലോവർ ക്ലാസ്, താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് വേണ്ടി, ആളുകളുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി എന്നിങ്ങനെയാണ് തന്നേക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? നമ്പൂതിരി സ്ത്രീകളുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലെ. ഇത് ഏകദേശം എളുപ്പമുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. കാരണം അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റണതേ ഉള്ളൂ. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ പുസ്തകങ്ങളെ കുറിച്ച് ഒരുപാട് ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പുസ്തകങ്ങളെ കുറിച്ച് സാധാരണ ചോദിക്കുമ്പോൾ അത് ആരെഴുതി അല്ലെങ്കിൽ ഇന്ന ആളുടെ രചന ഏത്, ഇത്രയാണ് ചോദിക്കുക. ഇപ്പൊ എന്താ ചോദിച്ചിരിക്കണത്? ആ പുസ്തകത്തിനകത്തുള്ള പ്രധാനപ്പെട്ട തീം എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു വ്യത്യസ്തമായ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പരീക്ഷ വരുമ്പോഴും ഇങ്ങനെയുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പൊതുവെ ആളുകൾ രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ രചിച്ചിട്ടുള്ള കൃതികൾ നമ്മൾ ചുമ്മാ പഠിച്ചു പോകുന്ന സമയത്ത് എന്താണ് അതിനകത്ത് അവരെ എഴുതിയിട്ടുള്ള ആ ഒരു കാര്യത്തിന്റെ തീം എന്താണ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും, ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളതെങ്കിലും. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നുള്ളതാണ് ആദ്യത്തേത്. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. പിന്നെയുള്ളത് എന്താ? എന്റെ മണ്ണ്, എന്റെ മണ്ണ്. പിന്നെ കാലത്തിന്റെ സാക്ഷി, പിന്നെ വെടിവട്ടം, കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത്രയുമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് പൊതുവെ ചോദിച്ചു കാണാറുള്ള എന്താ പറയാ കൃതികൾ എന്ന് പറയും. ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ബുക്കുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മാറിപ്പോവാതെ ഓർത്ത് വെക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കാം, വെടിവെട്ടം എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇപ്പൊ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ വെടികൊണ്ട് വീഴുകയാണ് എന്ന് വിചാരിക്കും. വെടികൊണ്ട് വീഴുമ്പോ അവരെവിടെയായിരിക്കും വീഴുക? മണ്ണിലാ വീഴുക അല്ലെ. എന്റെ മണ്ണ്, എന്റെ മണ്ണിലാണ് വീഴുക. ഇനി ഒരാളെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? കണ്ണീര് ഉണ്ടാവും, കണ്ണീരുണ്ടാവും അല്ലെ. കണ്ണീരും കിനാവും അല്ലെ, കണ്ണീരുണ്ടാവും. അപ്പൊ വെടിവെച്ചിട്ട് ഒരാളെ വെടിവെക്കുമ്പോഴത്തേക്കിനും അയാൾ മണ്ണിലാണ് വീഴാന്ന് ഓർക്കാം. പിന്നെന്താ, അത് ആ സമയത്ത് സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക? കണ്ണീരുണ്ടാവും, സങ്കടം ഉണ്ടാവും എന്ന് ഓർക്കുക. പിന്നെന്താ ഓർക്കേണ്ടത്? ഇതൊരു മോശമായിട്ടുള്ള ഒരു കർമ്മമാണ്, ഒരു തെറ്റായിട്ടുള്ള കർമ്മമാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? അതിനൊരു സാക്ഷി ഉണ്ടാവും. അങ്ങനെ സാക്ഷി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സത്യം ലഭിക്കുകയും ചെയ്യും എന്ന് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ എന്താ പറയാ, ലോജിക്കൊന്നും ഇല്ലാത്ത കോഡൊക്കെയാണ്, പക്ഷെ നമുക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ ഓർക്കുക, ഒരാളെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും മണ്ണിലാണ് അയാൾ വീഴുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണീരും കിനാവും ഉണ്ടാവും, കണ്ണീരുണ്ടാവും. ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനൊരു സാക്ഷി ഉണ്ടാവും, സത്യം പുറത്തു വരികയും ചെയ്യും. ഇങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികള് എന്തൊക്കെയാണ്? വെടിവട്ടം, അതേപോലെ എന്റെ മണ്ണ്, പിന്നെന്താ പറഞ്ഞേ, കർമ്മവിഭാഗം, കണ്ണീരും കിനാവും, അതുപോലെ കാലത്തിന്റെ സാക്ഷി, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇൻ 1936 ഹങ്കർ സ്ട്രൈക്ക് വാസ് ഓർഗനൈസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് A.K. ഗോപാലൻ ഫ്രം വേർ ടു വേർ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യം നമ്മൾ ഷുവർ ഷോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ എന്താണ് നമ്മൾ ഈ പറയുന്ന ഹങ്കർ സ്ട്രൈക്ക് അല്ലെങ്കിൽ പട്ടിണി സമരം അല്ലെങ്കിൽ പട്ടിണി ജാഥ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുവർ ഷോട്ട് പറയുമ്പോൾ. ഇവിടെ എവിടെ നിന്നും എവിടെ വരെ നടത്തി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുക, ലോജിക്കോടുകൂടി ഓർത്ത് വെക്കുക. A.K. ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി കണ്ണൂരിലുള്ള പെരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹം 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സ്ഥാപിതമാകുന്ന സമയത്ത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു A.K. ഗോപാലൻ. അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറേയധികം സമരങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തികളിൽ ഒരു കാര്യമാണ് പട്ടിണി സമരം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഓർക്കുക, കണ്ണൂര് പോലെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കേരളത്തിലെ മലബാർ എന്ന് പറയുന്ന മേഖലയുടെ കീഴിലായിരുന്നു. മലബാർ എന്ന് പറയുന്നത് ആരുടെ ജുറിഡിക്ഷന്റെ കീഴിലായിരുന്നു? സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിക്കുന്നതായിരുന്നു. മദ്രാസ് എന്ന് പറയുന്ന പ്രവിശ്യയുടെ കീഴിലായിരുന്നു ഈ കണ്ണൂരൊക്കെ ഉണ്ടായിരുന്നത്.
അപ്പൊ അന്നത്തെ അവിടുത്തെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലേക്കാണ് നമ്മൾ സമരമായിട്ട് ചെല്ലുക? മദ്രാസിലേക്കാണ് പോവുക അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം നടന്നത് എവിടെ തൊട്ട് എവിടം വരെ ആയിരുന്നു? കണ്ണൂര് മുതൽ മദ്രാസ് വരെ ആയിരുന്നു. നമ്മള് തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ തിരുവിതാംകൂർ രാജാവിനെതിരെയല്ലേ നമ്മൾ ജാഥ നടത്തുക? അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ അന്നത്തെ രാജാവിന്റെ മുമ്പിലാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ ഒക്കെ കൊണ്ട് സമർപ്പിക്കുക. പക്ഷെ മലബാർ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരാണ്. അപ്പൊ അവരുടെ മുമ്പിൽ കൊണ്ടുവേണ്ടേ നമ്മൾ പരാതി കൊടുക്കാൻ? അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം നടന്നത് എവിടെ നിന്ന് എവിടം വരെയാണ്? കണ്ണൂര് മുതൽ മദ്രാസ് വരെ ആയിരുന്നു. എന്തിനാണ് ഇത് നടന്നത്? പേരിൽ തന്നെയുണ്ട്, പട്ടിണി സമരമാണ്. കണ്ണൂരിലുള്ള അന്നത്തെ ആളുകളുടെ ആ ഒരു ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു സമരമായിരുന്നു ഈ ഒരു പട്ടിണി ജാഥ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോ ഓർത്തില്ലല്ലോ, സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോ എ കെ ഗോപാലനെ കുറിച്ച് മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇദ്ദേഹം എന്താണ്? പാവങ്ങളുടെ പടുത്തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം എന്താണ്? ഹങ്കർ സ്ട്രൈക്ക് മാർച്ചിൽ മലബാർ റീജിയനിൽ നിന്നും മദ്രാസിലേക്ക് നടത്തുകയുണ്ടായി. പിന്നെ ഒരു ജാഥ അദ്ദേഹം നടത്തിയിട്ടുള്ളത് മലബാർ ജാഥയാണ്. മലബാർ യാത്ര അല്ലെങ്കിൽ മലബാർ ജാഥ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ മലബാറിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് നടത്തിയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പൊ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്നത്തെ ആ എന്താ പറയാ, ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നടത്തിയിട്ടുള്ളതാണ്. മറ്റേതെന്ന് പറയുന്നത് കണ്ണൂരിലുള്ള ജനങ്ങളുടെ ശോചനീയാവസ്ഥ ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയത് കൊണ്ട് അത് മദ്രാസിലേക്ക് നടത്തി. ഓക്കെ, ഈ മലബാർ ജാഥ എങ്ങോട്ടാണ് നടത്തിയത്? മലബാറിൽ നിന്നും തിരുവിതാംകൂറിലേക്കാണ് നടത്തിയത്. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം, വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താ? ക്ഷേത്രത്തിലേക്ക് എല്ലാ ജാതിക്കാർക്കും ജാതിഭേദമന്യേ പ്രവേശനം ലഭിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു എന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? നമ്മുടെ എ കെ ഗോപാലൻ അല്ലെങ്കിൽ എ കെ ജി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപിക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എ കെ ജി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 22, എന്താണ് ആർട്ടിക്കിൾ 22? പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആണ് അല്ലെ? കരുതൽ തടങ്കൽ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട് ആർട്ടിക്കിൾ 22. എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒക്കെ സമരമോ പ്രക്ഷോഭം എന്തെങ്കിലും നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആ ഒരു ഇതിന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കരുതൽ തടങ്കൽ, വിചാരണ കൂടാതെ നമുക്ക് കുറച്ചു ദിവസത്തേക്ക് തടവിൽ വെക്കാനുള്ള ഒരു ക്ലോസ് ആണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. ഈ ഒരു കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായിട്ട് ജയിലിലായിട്ടുള്ള വ്യക്തിയാണ് ആര്? എ കെ ഗോപാലൻ. അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ കരുതൽ തടങ്കൽ പ്രകാരം ജയിലിലായിട്ടുള്ള ആദ്യ വ്യക്തിയാണ് എ കെ ഗോപാലൻ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ടുള്ള ഒരു കേസ് ഉണ്ട്, എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് കൂടെ നിലവിലുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 22 നമ്മുടെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ പ്രകാരം ആദ്യമായിട്ട് കരുതൽ തടങ്കലിന് വിധേയനായ വ്യക്തിയാണ് എ കെ ജി. അതുപ്രകാരം എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഔദ്യോഗികമല്ലാത്ത ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു എ കെ ജി. അതേപോലെ തന്നെ അദ്ദേഹം നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് പട്ടിണി ജാഥ അല്ലെങ്കിൽ പട്ടിണി സമരം എന്ന് പറയുന്നത്. പിന്നെന്താ ഞാൻ പറഞ്ഞേ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപനത്തിന് കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഓർത്തുവെക്കുക. ഓക്കെ, ഇനി എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരുപാട് മർദ്ദനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ജയിലിലൊക്കെ ആകുണ്ടായിട്ടുണ്ട് അദ്ദേഹം. ഇനി നമ്മൾ നോക്കേണ്ട അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കൃതികൾ എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് മനസ്സിലായി ഒരു ഫേവറേറ്റ് പാർട്ടാണെന്നുള്ളത്. അപ്പൊ അത് നമുക്ക് നോക്കി പോണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത കഥ എന്ന് പറയുന്നത്. എ കെ ജി എന്ന് വെച്ചിട്ട് ഓർക്കുക, 3 അല്ലേ? അതേപോലെ എന്റെ ജീവിത കഥ കേട്ടോ. പിന്നെന്താണ്? ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. പിന്നെന്താണ്? മണ്ണിന് വേണ്ടി എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. പിന്നെ ഹരിജനം, ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. എന്റെ ജീവിത കഥ എന്ന് പറയുന്നത് ആത്മകഥയാണ്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. മണ്ണിന് വേണ്ടി, അതേപോലെ തന്നെ ഹരിജനം, ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഡൗട്ട് ഒന്നുമില്ല, കമന്റ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എ കെ ജി പാവങ്ങളുടെ വർത്തനകൾ നോട്ട് PDF തരുമായിരിക്കും വിശ്വസിക്കുന്നു. ഞാൻ നോട്ട് കൊടുക്കും എന്തായാലും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
എ ഹൈലൈറ്റ് ഓഫ് ഡാഷ് വാസ് ദ സവർണ ജാഥ ഓർഗനൈസ്ഡ് ബൈ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു സവർണ ജാഥ എന്ന് പറയുന്നത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു, എന്ത് സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ തന്നിട്ടുണ്ട്: പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, കുട്ടംകുളം സത്യാഗ്രഹം എന്നുള്ളത്. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അജിറ്റേഷൻ ആണ് എന്താണ് സവർണ ജാഥ എന്ന് പറയുന്നത്. എന്താണ് അപ്പൊ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്? 1924 നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴി, ആ വഴിയിൽ കൂടെ താഴ്ന്ന കാസ്റ്റുകാർക്ക് നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് നടക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ സവർണ ജാതി എന്ന് പറയുന്ന അന്നത്തെ സോക്കോൾഡ് ആളുകൾ എന്ത് ചെയ്തിരുന്നു? ഒരുപാട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അതിൽ നിന്നും ഒരു വിഭാഗംകാരെ എന്ത് ചെയ്തിരുന്നു? വൈക്കം സത്യാഗ്രഹത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ നമുക്കറിയാം, NSS എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? അന്നത്തെ സവർണ ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ. അപ്പോ വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 25 വരെ ലാസ്റ്റ് ചെയ്തതാണ്. മാർച്ച് 30-നാണ് തുടങ്ങുന്നത്. 604 ദിവസത്തോളം ഈ ഒരു സമരം നീണ്ടു നിന്നു. 604 ദിവസത്തോളം ഈ ഒരു സമരം എന്ത് ചെയ്യുന്നുണ്ട്? നീണ്ടു നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? TK മാധവൻ, KP കേശവമേനോൻ, പിന്നെ പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ, അതേപോലെ ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിക്കുന്ന 1925 സന്ദർശിക്കുന്നത് കേട്ടോ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അകാലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വൈക്കം സത്യാഗ്രഹത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അകാലികൾ എന്ന് പറയുമ്പോഴത്തേക്കിന് സിഖ് ജനതയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരവും മറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്ത് നൽകുന്നുണ്ട്. അപ്പൊ സിഖ് വോളണ്ടിയേഴ്സ് ആണ് ഈ പ്രൊട്ടസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ആഹാരവും മറ്റും സൗജന്യമായിട്ട് നൽകിയിട്ടുള്ള ആളുകളാണ് അകാലികൾ എന്ന് പറയുന്നത്. പിന്നെ പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ ഈ ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് ഇംപ്രസൺമെന്റ് ജയിലിലൊക്കെ ആവുന്നുണ്ട്. ഇദ്ദേഹമാണ് വൈക്കം വീരർ എന്നറിയപ്പെടുന്നത്. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമിയാണ് എന്ന് ഓർത്തു വെക്കും. ഓക്കെ, ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പെരിയോർ എന്നറിയപ്പെടുന്നു. ഇതൊരു കോൺഫ്ലിക്റ്റിംഗ് ഫാക്ടർ ആണ് കേട്ടോ. 603 പറയുന്നുണ്ട്, 604. 2 ഡേയ്സും ഞാൻ പല സ്ഥലത്ത് കണ്ടു. അപ്പൊ നിങ്ങൾ എന്താണ് ഓപ്ഷനിൽ വരുന്നത് അതനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. 603 ഓപ്ഷനിലെങ്കിൽ 603 കൊടുക്കുക. ഇനി അഥവാ രണ്ടും വരികയാണെങ്കിൽ 603 കൊടുക്കുക. കാരണം ശരി ഉത്തരം 604 പലയിടത്തും ഒഫീഷ്യലി പറയുന്നുണ്ടെങ്കിൽ PSC ഇപ്പോഴും 603 പറയുന്നത്. അതുകൊണ്ട് രണ്ടും കൂടെ വന്നാൽ 603 കൊടുക്കാം കേട്ടോ. ഓക്കെ, അടുത്തത്. The members of Savarna Jatha came to Trivandrum and submitted their demand before the dash ruler. അപ്പൊ സവർണ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് രണ്ടാമത്തെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഒരേ പ്രദേശത്തു നിന്ന് തന്നെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചതാണ് എന്താ പറയാ, സവർണ ജാതിയിൽ നിന്ന് തന്നെ 2 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ചോദിച്ചേക്കണേ? ഈ സവർണ ജാഥ നയിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് വന്ന്, അതായത് അന്നത്തെ തിരുവിതാംകൂറിലേക്ക് വന്നിട്ട് അന്നത്തെ റൂളറുടെ മുമ്പിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഏത് റൂളറുടെ മുമ്പിലായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ആരുടെ മുമ്പിലായിരുന്നു? അന്നത്തെ റീജന്റ് ഭരണാധികാരി ആയിട്ടുള്ള സേതു ലക്ഷ്മി ഭായിയുടെ മുൻപിലാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു നിവേദനം അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് വെക്കുന്നത്. ഓക്കെ, അതിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ടുകൾ നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്തെ ഭരണാധികാരി മഹാരാജ ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ശ്രീമൂലം തിരുനാളിന്റെ കീഴിലാണ് നമ്മൾ എപ്പോഴും ഇതിൽ പഠിക്കാറുള്ള ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമനിർമ്മാണ സഭ ആരംഭിക്കുന്നത്. അതിൽ ഒരുപാട് നവോത്ഥാന നായകന്മാരൊക്കെ അംഗങ്ങളാവുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം 1885 മുതൽ 1924 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം ഉണ്ടായിരുന്നത്. അപ്പോ ഇയർലി പ്രൊട്ടസ്റ്റ് നടക്കുന്നത്, അതായത് മാർച്ച് 30-ന് ഈ ഒരു സമരം തുടങ്ങുന്ന സമയത്തുള്ള ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് ഈ ഒരു കുറേയധികം കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ടെമ്പിൾ എൻട്രിയെയും മറ്റും ഒക്കെ അദ്ദേഹം നടത്തി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അന്ന് അതിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊന്നും അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായില്ല. ഈ ഒരു സമരത്തിനൊക്കെ ശേഷം
1924 മഹാറാണി സേതു ലക്ഷ്മിബായി റീജന്റ് ഭരണാധികാരിയായിട്ട് അധികാരം ഏൽക്കുകയാണ്. അവർ 1924 മുതൽ 1931 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോ എന്ത് ചെയ്തു, ഇവരുടെ നമ്മുടെ മഹാറാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണത്തിന് ശേഷം എന്ത് ചെയ്യാണ്, ഈ ഒരു വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ചുറ്റുമുള്ള ഒരു സ്ഥലം നടക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ആ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് 1925. അപ്പൊ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി വിസിറ്റ് ചെയ്ത ഭരണാധികാരി ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്, മഹാറാണി സേതു ലക്ഷ്മി ഭായി ആണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഒന്നുമില്ലല്ലോ, വിശ്വസിക്കുന്നു. ഇരയിമ്മൻ തമ്പി കമ്പോസ്ഡ് 3 ഫേമസ് ആട്ടക്കഥ. അപ്പോ ഇതും എന്താണ്, അഗെയിൻ ഒരു രചനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം അടുത്തത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇരയിമ്പൻ തമ്പി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് ഉത്തരാ സ്വയംവരം, അതുപോലെ കീചകവധം. ഇത് കൂടാതെ മൂന്നാമതൊരു ആട്ടക്കഥ രചിച്ചിട്ടുണ്ട്. അത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇരയിമ്പൻ തമ്പിയെ നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? ഇരയിമ്പൻ തമ്പി പ്രധാനമായിട്ടും ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറഞ്ഞിട്ടുള്ള ലല്ലബി അല്ലെങ്കിൽ താരാട്ട് പാട്ട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഇരയിമ്പൻ തമ്പി എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സാഹിത്യ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആട്ടക്കഥകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഉത്തരാ സ്വയംവരം, പിന്നെ കീചകവധം. ആട്ടക്കഥ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ അല്ലെ, കഥകളി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ആട്ടകഥ. ഇങ്ങനെ ചോദിക്കാറുണ്ട്, കഥകളിയുടെ സാഹിത്യ രൂപം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആട്ടകഥയാണ് കേട്ടോ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടകഥ. സിനിമ എന്ന് പറയുന്ന സാധനത്തിന്റെ സാഹിത്യ രൂപം അല്ലെ തിരക്കഥ, അതേപോലെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ദക്ഷയാഗമാണ്. ദക്ഷയാഗം എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രധാനപ്പെട്ട രചനകൾ അദ്ദേഹത്തിന്റെ നമുക്ക് നോക്കാം. ആരുടെ? നമ്മുടെ ഇരയിമ്പൻ തമ്പിയുടെ കുറച്ച് രചനകൾ നമുക്ക് നോക്കാം. എന്താണ്? നീലവർണ്ണ പഹിമാൻ, അതുപോലെ പഹമാം ഗിരിതനയെ, അതേപോലെ കരുണ ചെയ്യുവൻ കരുണ ചെയ്യുവാൻ എന്തു താമസം. ഇതൊക്കെയുള്ളത് അദ്ദേഹത്തിന്റെ കൃതികളാണ് കേട്ടോ. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഈ കൂട്ടത്തിൽ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ്, നമ്മുടെ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചൊക്കെ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഒരുപാട് ചോദ്യം ചോദിക്കാറുണ്ട്. അതില് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാൾ എന്ന് പറയുന്ന വ്യക്തി. ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് കാർത്തിക തിരുനാൾ രാജാവ്. അദ്ദേഹം ഒരുപാട് ആട്ടക്കഥകളും മറ്റും രചിച്ചിട്ടുണ്ട്. രാജസൂയം അദ്ദേഹത്തിന്റെ കൃതിയാണ്. അപ്പോ രാജസൂയം ആട്ടക്കഥ രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് കാർത്തിക തിരുനാളാണ്. ഇനി അഥവാ ഇതുപോലൊരു ചോദ്യമാണ് ചോദിക്കണമെങ്കിലും അതിനകത്ത് രാജസൂയം ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാലോ. അപ്പൊ ആ രാജസൂയം രചിച്ചിട്ടുള്ളത് ആരാണ്? കാർത്തിക തിരുനാൾ രാജാവാണ്. അദ്ദേഹമാണ് കിഴവൻ രാജ, ധർമ്മരാജ എന്നൊക്കെ അറിയപ്പെടുന്ന തിരുവിതാംകൂറിൽ നമ്മൾ പഠിക്കുമ്പോഴുള്ള 2ാമത്തെ രാജാവ്. നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വരുന്ന രാജാവാണ് കാർത്തിക തിരുനാൾ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രചനയാണ് രാജസൂയം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫേമസ് പോയം ബാലികാമഠം എന്നുള്ളത് രചിച്ചിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ പുസ്തകം അല്ലെങ്കിൽ രചനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വീണ്ടും ചോദിച്ചേക്കുന്നത്. ബാലികാമഠം എന്ന് പറയുന്ന ആ ഒരു രചന നടത്തിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ് ഉത്തരം എന്ന് പറയുന്നത്? സർദാർ KM പണിക്കരാണ് കേട്ടോ. സർദാർ KM പണിക്കരാണ് ബാലികാമഠം എന്ന് പറയുന്ന പുസ്തകം രചിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ്? 1929 ഇവല്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് പോളിസി ടുവേർഡ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. മലബാർ ആൻഡ് പോർച്ചുഗീസ് ബീങ് എ ഹിസ്റ്ററി ഓഫ് ദ റിലേഷൻസ് ഓഫ് ദ പോർച്ചുഗീസ് വിത്ത് മലബാർ എന്നുള്ളൊരു ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഒരു രചന അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ്. പിന്നെ ദ ഫൗണ്ടിങ് ഓഫ് കാശ്മീർ സ്റ്റേറ്റ്, എ ബയോഗ്രഫി ഓഫ് മഹാരാജ് ഗുലാബ് സിംഗ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ രചനയാണ്. സൗണ്ട് എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ, ഓണാണോ? പിന്നെ ഫെഡറൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രചനയാണ്. അതുപോലെ ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൃതികൾ വരുന്നത്. ഇനി സർദാർ KM പണിക്കരെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സർദാർ KM പണിക്കരാണ് നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. നമ്മുടെ പഴശ്ശിരാജയെ എന്താ പറയാ, കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സർദാർ KM പണിക്കരാണ്. ഓക്കെ, അടുത്തത്
ഹൂ ഈസ് ക്രെഡിറ്റഡ് വിത്ത് റൈറ്റിംഗ് ദ സാൻസ്ക്രിറ്റ് മഹാകാവ്യ വിശാഖ വിജയ? വീണ്ടും രചനകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിശാഖ വിജയ എന്ന് പറയുന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എന്നുള്ളതാണ് ഉത്തരം. അപ്പോ നമ്മൾ ഈ നവോത്ഥാനം അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രാചീന ചരിത്രം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലെ സാഹിത്യ കൃതികൾ രചിക്കുന്ന ഒരുപാട് എന്താ പറയാ വ്യക്തികളുണ്ട്. സാഹിത്യ കൃതികൾ രചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അപ്പൊ നമ്മൾ ഇരയിമ്പൻ തമ്പി അങ്ങനത്തെ കുറെ പേരെ നമ്മൾ പറഞ്ഞല്ലോ. ഇവരൊക്കെ സാഹിത്യരചനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നവരാണ്. അപ്പൊ ഇവരെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ രചനകൾ രചിക്കാൻ സാധ്യതയുള്ളവരാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനയാണ് വിശാഖ വിജയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് മറ്റുള്ള കൃതികൾ കൂടെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വലിയകോയി തമ്പുരാനാണ് കേട്ടോ. അപ്പോ കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മറ്റുള്ള കൃതികൾ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. മയൂര സന്ദേശം, അതേപോലെ അമരുക സന്ദേശം, പിന്നെ അക്ബർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലാണ്. ദ സെഞ്ചുറി ഓഫ് ഫോറിൻ ടീച്ചിങ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയാണ്. ഈ കൂട്ടത്തിൽ അക്ബർ എന്ന് പറയുന്നത് നോവലാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് റിഫോം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദിവാൻ ഗോവിന്ദ മേനോൻ ടു കമോമറേറ്റ് ദ ജൂബിലി ഓഫ് ക്യൂൻ വിക്ടോറിയ? അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്യൂൻ വിക്ടോറിയയുടെ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് റിഫോർമേഷൻ ആണ് അന്നത്തെ ദിവാനായിട്ടുള്ള ഗോവിന്ദ മേനോൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പോ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഓപ്പണിംഗ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് അറ്റ് തൃശൂർ എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ദിവാൻ ഗോവിന്ദ മേനോൻ എന്ന് പറയുന്നത് അന്നത്തെ കൊച്ചി രാജ്യത്തിന് ഒരുപാട് റിഫോർമേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആരംഭിച്ച ഒരു കാര്യമാണ് എന്താണ്? ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവരുടെ ആ ഒരു ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകളും മറ്റും സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അതേപോലെ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് തോട്ടക്കാട്ട് ഗോവിന്ദ മേനോൻ എന്നുള്ളതാണ്. അദ്ദേഹം 29 ഓഗസ്റ്റ് 1823 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. കൊച്ചിൻ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു 1979 മുതൽ 1890 വരെ. ഓക്കെ, അപ്പോ അദ്ദേഹം സ്ഥാപിച്ചതാണ് തൃശ്ശൂരില് സ്ത്രീ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സ്ഥാപിച്ചു? അദ്ദേഹം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും നമ്മൾ ഏകദേശം നമ്മുടെ ഹിസ്റ്ററി അതേപോലെ തന്നെ നമ്മുടെ നവോത്ഥാനം എന്നുള്ളൊരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് പ്രൊവിഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഈക്വാലിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മുടെ തൊഴിലിടങ്ങളിൽ, അതായത് തൊഴിലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഈക്വാലിറ്റി നൽകുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കാം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 16 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എപ്പോഴെങ്കിലും പരീക്ഷ എഴുതുന്ന സമയത്ത് ഓക്കെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയാണ്, നിങ്ങൾ എഴുതണ്ട, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീ അല്ലേ, നിങ്ങൾ പരീക്ഷ എഴുതണ്ട എന്ന് നമ്മളോട് പറയാറുണ്ടോ? ഇല്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചില ഡിസ്ക്രിമിനേഷനുകൾ നമുക്കുണ്ട്. കാരണം റിസർവേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ സംഭവം. അതല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു പബ്ലിക് എംപ്ലോയ്മെന്റിലേക്ക് കടക്കുന്നതിന് ജാതിപരമോ മതപരമോ അല്ലെങ്കിൽ ലിംഗപരമോ അല്ലെങ്കിൽ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ യാതൊരു വ്യത്യാസവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നമുക്ക് ഇല്ല. അത് ഇല്ലാതാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത് നമ്മുടെ കുറച്ചധികം ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് നോക്കി പോവാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്കും ജനറൽ PSCക്കും ഒക്കെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ലല്ലോ, സെറ്റ് ആണ്. ഓക്കെ, നോക്കാം. അപ്പോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14 ഗ്യാരണ്ടീസ് ഈക്വാലിറ്റി ബിഫോർ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ഇന്ത്യ. ഓക്കെ ആണല്ലോ അല്ലെ? സെറ്റ്. അപ്പൊ ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഗ്യാരണ്ടീസ് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുമ്പിലുള്ള സമത്വം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14. സമത്വം ബിഫോർ ദ ലോ. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഓക്കെ, അതാണ്. നിങ്ങൾ കാശുള്ളവനല്ലേ, അപ്പൊ നീ കുറച്ചു കാലം ജയിലിൽ കിടന്നാൽ മതി എന്നൊരു പ്രൊവിഷൻ നമുക്ക് ഇല്ലല്ലോ. അത് ആ ഒരു ഈക്വാലിറ്റി ബിഫോർ ലോ ആണ് ആർട്ടിക്കിൾ 14 ഇൻഷുർ ചെയ്യുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് ആർട്ടിക്കിൾ 15 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സിനിമയൊക്കെ ഉണ്ടല്ലേ. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്? പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്,
കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് മതം അല്ലെങ്കിൽ നമ്മുടെ വർഗം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ പ്രദേശം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15. നമ്മുടെ ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിന് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് റിട്ട് ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അല്ലെ. റിട്സിനെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. അപ്പൊ സുപ്രീം കോടതിയിലും പറ്റും, ഹൈക്കോടതിയിലും നമുക്ക് റിട്ട് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പൊ സുപ്രീം കോടതിയിൽ നമ്മൾ ആർട്ടിക്കിൾ 32 പ്രകാരം നമ്മൾ റിട്ട് ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നമ്മൾ ആർട്ടിക്കിൾ 226 പ്രകാരം നമ്മൾ റിട്ട് ഫയൽ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക എന്താണ്, നമുക്ക് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാനുള്ള അവകാശം നമുക്ക് ഉണ്ട്. ഇനി ആർട്ടിക്കിൾ 16 നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യം എന്താണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് അബോളിഷസ് അൺടച്ചബിലിറ്റി ആൻഡ് ഫോർബിഡ്സ് പ്രാക്ടീസ് ഇൻ എനി ഫോം എന്നുള്ളതാണ്. അയിത്ത നിർമാർജനം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയെ നിരോധിക്കുന്ന നിയമമാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ചോദ്യം കാണാം. ഇനി ഇതല്ലാതെ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് അബോളിഷസ് അൺടച്ചബിലിറ്റി ആൻഡ് ഫോർബിഡ്സ് ഇറ്റ് പ്രാക്ടീസ് ഇൻ എനി ഫോം. ഏത് തരത്തിലുമുള്ള അയിത്തത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നിടത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ പോകാൻ പറ്റില്ല. അപ്പൊ പണ്ട് നമ്മൾ പഴയ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൂലേ, അമ്പലത്തിന്റെ ചുറ്റുമുള്ള നടവഴിയിൽ ഇവർ നടക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെയൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ആർട്ടിക്കിൾ 17 പ്രകാരം അത് അയിത്തമാണ്, ജയിലിൽ പോയി കിടക്കും അല്ലെ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 18 അബോളിഷസ് ടൈറ്റിൽസ് എക്സെപ്റ്റ് ഫോർ മിലിറ്ററി ആൻഡ് അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെയുള്ള പദവികൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു കാണാറുള്ളത്, സർ പദവി നിർത്തലാക്കാൻ കാരണമായ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 18. ഈ സർ പദവി അല്ലെങ്കിൽ ജനറൽ ഓഫ് ഇന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പദവികൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പദവികളെല്ലാം തന്നെ ആർട്ടിക്കിൾ 18 പ്രകാരം ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ വന്നപ്പോൾ ഒക്കെ നിർത്തലാക്കി. ഇനി നമുക്ക് ആകെ രണ്ട് തരത്തിലുള്ള പദവികളെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ഒന്ന് മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, പിന്നൊന്ന് അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ് ആണ്. നമുക്ക് PhD ഒക്കെ ഉണ്ടെങ്കിൽ പറയാം അല്ലെ, ഡോക്ടർ ഇന്നത് എന്നൊക്കെ പറയാം. അതേപോലെ നമുക്ക് എന്ത് പറ്റും, മിലിറ്ററി പദവികൾ മേജർ അല്ലെങ്കിൽ കേണൽ ഇങ്ങനെയൊക്കെയുള്ള പദവികൾ നമുക്ക് പറ്റും. അതല്ലാതെയുള്ള പദവികളെല്ലാം തന്നെ നിർത്തലാക്കാനുള്ള കാരണമായ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 19 6 ഫ്രീഡംസ്. ആർട്ടിക്കിൾ 19 കീഴിൽ നമുക്ക് എത്ര ഇതാണ് നമുക്ക് അവകാശങ്ങളാണ് നമുക്കുള്ളത്? 6 തരത്തിലുള്ള അവകാശങ്ങളാണ്, സ്വാതന്ത്ര്യ അവകാശങ്ങളാണ് നമുക്കുള്ളത്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? സ്പീച്ച് ഓഫ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ്, പ്രൊഫഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. ആർട്ടിക്കിൾ 19 കീഴിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19. നേരത്തെ ഞാൻ AK ഗോപാലനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം പറയുണ്ടായി. പ്രിവന്റീവ് ഡിറ്റൻഷന്റെ കീഴിൽ ആദ്യമായിട്ട് ജയിലിലായ വ്യക്തിയാണ് AK ഗോപാലൻ എന്ന് പറയും. അപ്പൊ അദ്ദേഹം അതിനെതിരെ കേസ് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ആ കേസ് കൊടുത്തത് എങ്ങനെയായിരുന്നു? ആർട്ടിക്കിൾ 22 പ്രകാരം എന്നെ ജയിലിലാക്കി. ഇത് കാരണം എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പോയി. ഏത് ഫണ്ടമെന്റൽ റൈറ്റ് പോയി? ആർട്ടിക്കിൾ 19 എന്റെ പോയി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്യുന്നത്, കേസ് കൊടുക്കുന്നത്. അങ്ങനെ ഓർത്ത് വെക്കണം, പ്രിവന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 വിരുദ്ധമായിട്ട് വരുന്ന ഒരു ഇതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പൊ അദ്ദേഹം കേസ് കൊടുത്തത് എങ്ങനെയാണ്? ആർട്ടിക്കിൾ 19 എന്റെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കേസ് കൊടുത്തതെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ആർട്ടിക്കിൾ 19 എന്താ? 6 തരം ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ് ആൻഡ് പ്രൊഫഷൻ. അതായത് ഒരു സ്ഥലത്ത് നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശം, സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള അവകാശം, നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് എവിടേക്കും സഞ്ചരിക്കാനുള്ള അവകാശം, എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കാനുള്ള അവകാശം, ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ജോലിയും എവിടെയും പോയിട്ട് ചെയ്യാനുള്ള അവകാശം. ഇത്രയുമാണ് ആർട്ടിക്കിൾ 19 കീഴിലുള്ളത്. ആർട്ടിക്കിൾ 20 കടക്കുന്ന സമയത്ത് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്, നോ എക്സ് പോക്ടോ ഫാക്ടോ ലോസ്, ഡബിൾ ജിയോപാഡി ഓർ സെൽഫ് ഇൻക്രിമിനേഷൻ. ആർട്ടിക്കിൾ 20 പറയുന്നത് എന്താണ്? പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. അതായത് മുൻപ് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ, ആ കുറ്റങ്ങൾക്ക് നമ്മളെ ജയിലിലാക്കാനുള്ള ആ ഒരു പ്രൊവിഷനെ ഇല്ലാതാക്കുന്ന ലോ ആണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഓക്കെ, അനധികൃതമായിട്ടുള്ള തടങ്കലിൽ വെക്കലിനെ ഇല്ലാതാക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇത് ഓർത്ത് വെക്കുക, നോ എക്സ് പോക്ടോ ഫാക്ടോ ലോ.
അതായത് ക്രിമിനൽ നിയമത്തിന് മുൻകാല പ്രാബല്യം കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ക്രിമിനൽ നിയമം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ആരെങ്കിലും തല്ലുകയോ കൊല്ലുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ ക്രിമിനൽ നിയമം അല്ലെ. അതല്ലാതെ സിവിൽ നിയമം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? നീ എന്റെ ലാൻഡ് വേലി വളച്ചു കെട്ടി അല്ലെങ്കിൽ അയൽക്കാരുടെ വീട്ടിലെ തേങ്ങ നമ്മൾ എടുത്തോണ്ട് പോകുന്നു, ഇതൊക്കെയാണ് സിവിൽ നിയമങ്ങൾ. അങ്ങനെയല്ല, സ്വത്ത് തർക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സിവിൽ നിയമം കേട്ടോ. ക്രിമിനൽ നിയമം എന്ന് പറയുമ്പോൾ അറിയാലോ, തല്ലുക, അടിക്കുക, കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ. ഇതിന് മുൻകാല പ്രാബല്യം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം. അതായത് ഇപ്പോ ഒരു സിവിൽ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സിവിൽ നിയമം എടുക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലാൻഡിന്റെ കരം അടച്ചിട്ടില്ല, അല്ലെങ്കിൽ കരം നിങ്ങൾ ഇത്ര രൂപ വെച്ചിട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് വെക്കാം. 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കരം അടയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അന്നത്തെ നിങ്ങളുടെ ലാൻഡിന്റെ കരം 10 രൂപയായിരുന്നു. ഇപ്പൊ നിങ്ങൾ 5 വർഷത്തിന് ശേഷം പോകുമ്പോൾ ഇപ്പൊ ലാൻഡ് ടാക്സ് 12 രൂപയാണ് എന്നാണ് പറഞ്ഞേക്കണേന്ന് വെക്കി. പുതിയ നിയമം വന്നു 12 രൂപയാണെന്ന് വെക്കി. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 5 കൊല്ലത്തെ ടാക്സ് 12 രൂപയായിട്ട് അടയ്ക്കണം. കാരണം സിവിൽ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ട്. ഇനി അതില്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യും, മുൻകാല പ്രാബല്യം ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ സിവിൽ നിയമങ്ങളിൽ സ്പെസിഫൈ ചെയ്യും. ക്രിമിനൽ നിയമത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മുൻകാല പ്രാബല്യം കൊണ്ടുവരാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഇപ്പൊ ഒരാളെ കൊന്നു, 5 കൊല്ലം നിങ്ങൾ ജയിലിൽ കിടക്കും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി 2 മാസം കഴിയുമ്പോഴാണ് പറയുന്നത് കൊലക്കുറ്റത്തിന് ഇനി മുതൽ 10 കൊല്ലമാണ് ശിക്ഷ എന്ന് പറഞ്ഞു നോക്കി. നീ 5 കൊല്ലമല്ലേ കിടന്നുള്ളൂ, നീ ഇനിയും പോയി 10 കൊല്ലം കിടക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ജയിലിലിടാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറ്റാതിരിക്കാനുള്ള കാരണമാണ് നോ എക്സ്പെക്ട് ഫാക്ടോ ലോസ്, മുൻകാല പ്രാബല്യം ഉണ്ടാവാൻ പാടില്ല. പിന്നൊന്ന് ഡബിൾ ജിയോപാഡിയാണ്. ഒരേ കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കാൻ പറ്റില്ല. ഒരാളെ കൊന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ജയിലിലിട്ടു, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് വേറെ സ്റ്റേറ്റിൽ പോകുമ്പോൾ അവിടുത്തെ ലോ പ്രകാരം പിന്നെയും ജയിലിടാൻ പാടില്ല. അതാണ് ഡബിൾ ശിക്ഷ പാടില്ല. പക്ഷെ വേറെ രണ്ട് ആൾക്കാരെ കൊന്നാൽ ജയിലിലിടാം. ഒരേ കുറ്റത്തിന് 2 പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. അതാണ് ഡബിൾ ജിയോപാഡി. പിന്നെയുള്ളത് എന്താണ്? നോ സെൽഫ് ഇൻക്രിമിനേഷൻ. സ്വയം കുറ്റം സമ്മതിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പാടില്ല. 3-ാം മുറയും അത് ഇതൊക്കെ പ്രയോഗിച്ചിട്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെങ്കിലും കുറ്റം സമ്മതിപ്പിക്കുക, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 21, ഗ്യാരണ്ടീസ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. അതായത് പൊതുയിടങ്ങളിൽ നിങ്ങൾക്ക് എബോധാന ഒരു മൃഗത്തിനെ പോലെ വെറുതെ ജീവിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് എല്ലാ ഡിഗ്നിറ്റിയോടും കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 21A ആണ്. അമെന്റ്മെന്റ് പ്രകാരം വന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആർട്ടിക്കിൾ 21A എന്താണ് പറയുന്നത്? പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഓക്കെ, അപ്പൊ നിങ്ങൾ 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പോയേക്കണേ. നമുക്ക് നേരെ പോയിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് പരാതി പറയാം. അടുത്തത് ആർട്ടിക്കിൾ 22 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ AK ഗോപാലിനെ ശിക്ഷിച്ചിട്ടുള്ള ആ ഒരു നിയമമാണ് ആർട്ടിക്കിൾ 22. ഓഫേഴ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. എന്താണ്? കരുതൽ തടങ്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, ഇൻക്ലൂഡിംഗ് റൈറ്റ് ടു ബി ഇൻഫോർംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്, ലീഗൽ എയ്ഡ് ആൻഡ് ടു ബി പ്രൊസീഡഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ആരെങ്കിലൊക്കെ അറസ്റ്റ് ചെയ്ത 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ മുമ്പിൽ ഹാജരാക്കണം, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്താണ്? ആർട്ടിക്കിൾ 22മായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമമാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സെപ്ഷൻ ലോ ആണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. അതായത് രാജ്യത്തിന് ഭീഷണി ഉണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന് സമ്മതം വാങ്ങുകയും ഒരാളെ കരുതൽ തടങ്കലിൽ വെക്കുകയും ചെയ്യാം. എന്നാൽ പോലും പ്രൊവിഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 22 പ്രകാരം ഇത്ര കാലത്തിനുള്ളിൽ അതിൽ എന്താന്ന് വെച്ചാൽ നടപടി എടുത്ത ആളെ പുറത്തു വിടുകയാണെങ്കിൽ പുറത്ത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ ഇടണം എന്നുള്ളൊരു നിയമമുണ്ട്. 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്ന് നിയമമുണ്ട്. ഓക്കെ, അപ്പോ നമ്മളെ അനാവശ്യമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാതെ ഇരിക്കുക എന്നുള്ളതിന് സമ്മതിക്കുന്ന നിയമമാണ് എന്ത്? ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. നിങ്ങളെ ചുമ്മാ വന്നിട്ട് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യത്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 22. അടുത്തത് ആർട്ടിക്കിൾ 23 ആണ്. പ്രൊഹിബിറ്റ്സ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ബേഗാർ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലേബർ ആൻഡ് അതർ ഫോം ഓഫ് ഫോഴ്സ്ഡ് ലേബർ. എന്താണ്? നിർബന്ധിതമായിട്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നതിനെ തടയുന്ന നിയമമാണ് ആർട്ടിക്കിൾ 23. നിർബന്ധിതമായിട്ടുള്ള തൊഴിൽ ചെയ്യലിനെ തടയുന്ന നിയമമാണ് ആർട്ടിക്കിൾ 23. അതായത് ശമ്പളം നൽകാതെ നിങ്ങൾ ഇവിടെ തന്നെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട്, അത് തീരുന്നവരെ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ ജോലി ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കുന്ന
ലോ ആണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. ബേഗാർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ലേബർ എന്നാണ് അർത്ഥം. അതിനെ തടയുന്നതും ഈ ഒരു നിയമമാണ്. അടുത്തത് ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 പറയുന്നത് ഫോർബിഡ്സ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 14 ഇയേഴ്സ് ഇൻ ഫാക്ടറീസ്, മൈൻസ് ആൻഡ് ഹസാർഡസ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിൽ അല്ലെങ്കിൽ ഖനികളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനെ തടയുന്ന നിയമമാണ് ആർട്ടിക്കിൾ 24. ഓക്കെ, അപ്പോ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും ഏകദേശം കണക്ട് ആയി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. ആർട്ടിക്കിൾ 25. ഇത്രയും നമ്മൾ പറഞ്ഞത് പലതരത്തിലുള്ള അവകാശങ്ങളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 25ലേക്ക് കടക്കുമ്പോഴത്തേക്കിനും എന്തായി, നമ്മുടെ മൈനോറിറ്റിയുടെ ഒക്കെ അവകാശങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും ഒക്കെ ആയിട്ട് വന്നു. ഇങ്ങനത്തെ ആ ഒരു വിഭാഗങ്ങൾ ഞാൻ അടുത്തത് പറയും കേട്ടോ, അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? ഗ്യാരണ്ടീസ് ഫ്രീഡം ഓഫ് കൺസേൺസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. മതപരമായിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് എന്തൊരു മതത്തിലും അല്ലെങ്കിൽ നമ്മുടേതായ എന്തൊരു വിശ്വാസത്തിലും വിശ്വസിക്കാനുള്ള അവകാശം, ആ ഒരു മതം പിന്തുടരാനുള്ള അവകാശം, ഈ ഒരു മതത്തെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം എന്താണ്, ഈ ഒരു ആർട്ടിക്കിൾ 25ന്റെ കീഴിൽ വരുന്നതാണ്. നമ്മുടെ എന്തുതരം വിശ്വാസമോ എന്ത് തരം മതമോ ആയിക്കോട്ടെ, ആ മതത്തില് സ്വതന്ത്രമായിട്ട് നമുക്ക് വിശ്വസിക്കാം, ആ ഒരു മതം പ്രാക്ടീസ് ചെയ്യാം, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, മതത്തിന്റെ ആശയങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതിന് സമ്മതിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. നമുക്ക് ആലോചിച്ചാൽ അറിയാലേ, വേറൊരു രാജ്യത്തിന്റെ പോലെ ഇന്ത്യക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള മതമൊന്നുമില്ല. ഈ മതത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിച്ചാലേ പാടുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഇല്ല അല്ലെ. നമുക്ക് എന്ത് മതത്തിൽ വേണമെങ്കിൽ വിശ്വസിക്കാം. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് മതം ഉണ്ടാക്കണോ, അതും ചെയ്യാം ഇന്ത്യയിൽ. ഓക്കെ, അതിനെല്ലാം അനുവദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. ഇനി ആർട്ടിക്കിൾ 26 അലോസ് റിലീജിയസ് ഡിനോമിനേഷൻസ് ടു മാനേജ് ദെയർ ഓൺ അഫേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. എന്താണ് റിലീജിയസ് ഡിനോമിനേഷൻസ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ അഫയേഴ്സ് അവരുടെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മതപരമായിട്ട് ഇപ്പൊ ഒരു മതത്തിന്റെ കീഴിൽ ഒരു സ്ഥാപനം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മതത്തിന്റെ ആശയങ്ങൾ എന്താണോ ആ ആശയങ്ങൾ അനുസരിച്ച് അതിന് പ്രവർത്തിക്കാം. അങ്ങനെ സമ്മതിക്കുന്ന ആ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 27 കടക്കുമ്പോഴത്തേക്കും എന്താണ്, പ്രൊഹിബിറ്റ്സ് കമ്പൽഷൻ ടു പേ ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഒരു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 27. നമ്മൾ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലെ ഭരണത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ പറയാറുണ്ട്, എന്താണ് പ്രത്യേകമായിട്ടുള്ള പല ടാക്സുകളും നിർത്തലാക്കിയത് അക്ബർ ആണെന്ന് പറഞ്ഞൊരു പോയിന്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, കഥയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു രാജ്യത്തെ ഭരണാധികാരി ഹിന്ദു ആണ് അല്ലെങ്കിൽ മുസൽമാനാണ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അയാളുടെ മതത്തിൽ പെടാത്ത വേറെ ആളുകൾ അവിടെ എക്സ്ട്രാ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമം മെഡീവൽ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലും നിലനിന്നിരുന്നു. അപ്പോ ഇങ്ങനെ ഉള്ള പല ടാക്സുകളും നിർത്തലാക്കുന്നത് അക്ബറാണ്. ഇങ്ങനെ റിലീജിയസ്ലി വളരെ ടോളറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അക്ബർ അല്ലെ. അപ്പൊ അതുപോലെയൊക്കെയുള്ള നിയമങ്ങൾ ഇനിയാണെങ്കിലും ഇന്ത്യയിൽ വരരുത്, അതിന് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മതമാണ് ഫോളോ ചെയ്യുന്നതെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ടാക്സും കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ്സ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ സ്റ്റേറ്റ് ഫണ്ടഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള മതവും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമമാണ് ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പോകുന്നതെങ്കിൽ അവിടെ രാവിലെ എണീറ്റിട്ട് ഇന്ന പ്രാർത്ഥന തന്നെ, ഇന്ന ദൈവത്തിന്റെ പ്രാർത്ഥന തന്നെ ചൊല്ലണം എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. ഏത് പ്രാർത്ഥന വേണമെങ്കിൽ ചൊല്ലാം. ഒരു മതവുമായിട്ട് ബന്ധമില്ലാത്ത പ്രാർത്ഥനകളൊക്കെയാണ് നമ്മൾ ചൊല്ലണം അല്ലെ. അങ്ങനെ ഒരു മതവും നിങ്ങൾ പ്രത്യേകമായിട്ട് ഫോളോ ചെയ്യണം എന്ന് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിക്കില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28 എന്ന് പറയും. ഓക്കെ, ഒന്നുമില്ല, സെറ്റ് ആണല്ലോ. യെസ്. അടുത്തത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ഇൻ കൺസേർവിംഗ് ദെയർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ. ഒരു മൈനോറിറ്റിയുടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ന്യൂനപക്ഷത്തിന് എന്താണ് ചെയ്യുന്നത്, അവരുടെ ലാംഗ്വേജ്, അവരുടെ ലിപി, അവരുടെ സംസ്കാരം ഇതെല്ലാം എല്ലാ സ്ഥലത്തും നമുക്ക് കൺസർവ് ചെയ്യാനുള്ള, അവർക്ക് അത് ഫോളോ ചെയ്യാനുള്ള അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 30 ഗ്രാൻസ് മൈനോറിറ്റീസ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ദെയർ അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദെയർ ഓൺ ചോയ്സ്.
ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഒരു എന്താ പറയാ പഞ്ചാബിയാണെന്ന് വിചാരിക്കുക. നമ്മൾ കേരളത്തിൽ വന്ന് താമസിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ മൈനോറിറ്റി ആയി അല്ലെ, പഞ്ചാബികൾ ഇവിടുത്തെ മൈനോറിറ്റി ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇവിടുത്തെ ഇത് തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് പഞ്ചാബി ഇവിടെ പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം അല്ലെ. അങ്ങനെ ആ മൈനോറിറ്റീസിന്റെ താല്പര്യത്തെ എന്ത് ചെയ്യുന്ന സംരക്ഷിക്കുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 29, 30 എന്നൊക്കെ പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ഇപ്പൊ നമ്മൾ കുറെ മൗലികാവകാശം പറഞ്ഞല്ലോ. ഈ മൗലികാവകാശം ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പോയി എന്ന് പറഞ്ഞ് നമുക്ക് പരാതിപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 32മായിട്ട് ബന്ധപ്പെട്ട് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. ഈ ഒരു സംഭവം വേണ്ട, ഇയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് പോകുന്നുണ്ട്, ഇനി ആ പരിപാടി വേണ്ട, അവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ടുകൾ കോടതിക്ക് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുന്നത് ആർട്ടിക്കിൾ 32ന്റെ കീഴിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 17 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അല്ലെ, ആർട്ടിക്കിൾ 70 ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ആർട്ടിക്കിൾ 17ന്റെ ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചേക്കണേ. ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഉത്തരം എന്താണ്? ഇറാഡിക്കേറ്റിംഗ് അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഓർത്ത് വെക്കുക, മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. എന്താണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി അവതരിപ്പിച്ച ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ അത് അയിത്ത് നിർമ്മാർജ്ജനത്തിനുള്ള ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിൾ 17 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ പലതരത്തിലുള്ള ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ഞാൻ പറഞ്ഞു പോവാ, അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഉത്തരങ്ങളാണ് പറഞ്ഞേക്കുന്നത്. യെസ്, ശരി. അപ്പോ ആർട്ടിക്കിൾ ആദ്യത്തെ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താ പറയുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. പലതരത്തിലുള്ള ഈക്വാലിറ്റികളുടെ, നിയമത്തിന് മുമ്പിലുള്ള സമത്വം, ഉദ്യോഗത്തിലെ സമത്വം, സ്വാതന്ത്ര്യത്തിനുള്ളത്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. സ്വാതന്ത്ര്യം ഇല്ല, ഇവിടെ ഇക്വാലിറ്റി ആണ്. നിയമത്തിന്റെ മുമ്പിലെ സമത്വം, ജോലിയിലുള്ളത്, ഈ സമത്വം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള എന്താ പറയാ നമ്മുടെ സർപ്പദവികൾ, അയിത്തം, ഇങ്ങനെയുള്ള എല്ലാതും കളഞ്ഞിട്ട് എല്ലാവരെയും ഈക്വൽ ആക്കുന്ന നിയമമാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഉള്ളത്. ഇനി റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ് അല്ലെ. 19 തൊട്ട് 22 വരെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? പലതരത്തിലുള്ള 6 തരം അവകാശം ഉണ്ട് 19നകത്ത്. പിന്നെ ജീവനുള്ള അവകാശം, അതേപോലെ തന്നെ നമ്മളെ പ്രിവെന്റീവ് ഡിറ്റൻഷനെതിരെയുള്ള അവകാശം, ഇങ്ങനെയുള്ള പലതരം അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ വരുന്നത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ വരുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ചൂഷണത്തിനുള്ള അവകാശം എഴുതരുത്, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. അതായത് ബാലവേല, നിർബന്ധിത തൊഴിലെടുപ്പിക്കൽ, ബേഗാറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിരോധിക്കുന്ന നിയമങ്ങളാണ് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ വരുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഇൻ റിലീജിയൻ, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. നമ്മൾ പറഞ്ഞല്ലോ, ഏത് മതം വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം, വേണമെങ്കിൽ ഒരു മതം പുതിയതായിട്ട് ഉണ്ടാക്കാം, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കാം. ഇങ്ങനെയുള്ളതെല്ലാം വരുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. നമുക്ക് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ 29 മുതൽ 30 വരെ. മൈനോറിറ്റിയുടെ അവകാശങ്ങൾ എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ അത് 29 തൊട്ട് 30 വരെയാണ് കേട്ടോ. ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് 32 മുതൽ 35 വരെയാണ് വരുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നത് 32ലാണ് വരുന്നത്. അതിന്റെ പല പല ക്ലോസുകളാണ് 33, 34, 35 ഒക്കെ കേട്ടോ. ഇങ്ങനെ ഓർത്താൽ മതി. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് 32 മുതൽ 35 വരെയാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ ടേം മാൻഡമസ്? മാൻഡമസ് എന്ന് പറയുന്നത് ഒരു റിട്ട് പെറ്റീഷൻ ആണ് അല്ലെ, റിട്ട് ആണ്. മാൻഡമസ് എന്ന വാക്കിന്റെ വേർഡ്ലി മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ അതിന്റെ ഉത്തരം? വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നാം കൽപ്പിക്കുന്നു, വി കമാൻഡ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് പലതരത്തിലുള്ള റിട്ടുകൾ നമുക്ക് നോക്കി പോകാം. 5 തരം റിട്ടുകൾ ഉണ്ട്. ആദ്യത്തെ റിട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്? ഹെബിയസ് കോർപ്പസ് ആണ്. ഹെബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം. ശരീരം ഹാജരാക്കുക എന്നാണ്. Okay, the writ is issued to produce a person who has been detained unlawfully before the court and to set them free if the detention is found illegal. അതായത് ഒരാളെ അനധികൃതമായിട്ട് തടങ്കലിൽ വെക്കുന്നതിനെതിരെയുള്ള അവകാശമാണ്. അപ്പൊ നിങ്ങളെ ഒരു കാര്യം ഇല്ലാണ്ട് കൊണ്ടുപോയിട്ട് തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും പോയിട്ട് ഹെബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അപ്പൊ കോടതി എന്ത് പറയും? ഇയാളെ എന്ത് കാര്യത്തിനാണ് തടങ്കലിൽ വെച്ചിരിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല, അയാളെ വിട്ടയക്കുക എന്ന് പറയുന്ന ഒരു നിയമമാണ് ഹെബിയസ് കോർപ്പസ് എന്ന് പറയുന്ന നിയമം. അനധികൃതമായിട്ട് തടങ്കൽ വെക്കലിനെ തടയുന്ന നിയമമാണ് ഹെബിയസ് കോർപ്പസ്. ആ ഒരു വേർഡിന്റെ ലിറ്ററൽ മീനിങ് ആണ് ശരീരം ഹാജരാക്കുക എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് മാൻഡമസ് ആണ് ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് മാൻഡമസ് ഈസ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ടു എ പബ്ലിക് ഒഫീഷ്യൽ ഓർ ബോഡി. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു പബ്ലിക് ഒഫീഷ്യലിനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ബോഡിക്കോ ആണ് നൽകുന്നത്, ഒരു വ്യക്തിക്കല്ല നൽകുന്നത്. അത് സ്ഥിരമായിട്ട് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് ഇപ്പൊ ഒരു വ്യക്തി ഉണ്ട്, ശശി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ മാൻഡമസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ഈ ശശി എന്ന് പറയുന്ന വ്യക്തി ഒരു LD ക്ലർക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ക്ലർക്കിനെതിരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അവരുടെ സ്ഥാനത്തിനെതിരെയാണ് നമ്മൾ ഈ റിട്ട് പ്രഖ്യാപിക്കുന്നത്. മാൻഡമസ് ഈസ് ഇഷ്യൂഡ് ബൈ കോർട്ട് to a public official or body, directing them to perform a duty they are legally obliged to do but have failed to fulfill. അയാൾ ഒരു ജോലി ചെയ്യേണ്ടിയിരുന്നു പക്ഷെ അയാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യൂ എന്ന് പറയുന്ന ഒരു റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനോ പ്രൈവറ്റ് ബോഡീസിനോ എതിരെ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റില്ല. അടുത്ത ചോദ്യം എന്ന് പറയാൻ അടുത്ത റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ദിസ് റിട്ട് ഇസ് ഇഷ്യൂഡ് ബൈ ഹയർ കോർട്ട് ടു എ ലോവർ കോർട്ട് ഓർ ട്രിബ്യൂണൽ prohibiting it from exceeding its jurisdiction or acting contrary to the rules of natural justice. ഓക്കെ, അതായത് ഒരു കീഴ്ക്കോടതി അവരുടെ അധികാര പരിധിക്ക് അപ്പുറം പ്രവർത്തിക്കുകയാണെങ്കിൽ അവരോട് അത് ചെയ്യണ്ട എന്ന് പറയുന്ന, അതിനെ തടയുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കീഴ്ക്കോടതികൾ എന്തെങ്കിലുമൊക്കെ അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മേൽക്കോടതികൾ അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാച്ചുറൽ ജസ്റ്റിസിനെതിരെ, നീതിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരെയാണ് കീഴ്ക്കോടതികളുടെ പ്രവർത്തനമെങ്കിലും മേൽക്കോടതിക്ക് അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സെറിഷ്യോറി എന്ന് പറയുന്ന റിട്ടാണ്. സെറിഷ്യോറി എന്ന് പറയുന്നത് is issued by a higher court to a lower court or a tribunal to transfer the case for review or to quash in order to pass out without jurisdiction or in violation of principle of natural justice. It is corrective in nature and is issued after the law has been. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കീഴ്ക്കോടതി ഒരു കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കേരളത്തിലെ തന്നെ വളരെ സെൻസേഷൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കേസ് കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ, ഒരു ജില്ലാ കോടതിയുടെ പരിഗണനയിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. ഈ കീഴ്ക്കോടതി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കീഴ്ക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഓർഡറുകൾ ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നാച്ചുറൽ ജസ്റ്റിസിനെതിരെയാണെങ്കിൽ, ഈ ഒരു കേസ് അപ്പാടെ എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഹാജരാക്കൂ എന്ന് മേൽക്കോടതിക്ക് ആവശ്യപ്പെടാനായിട്ട് സാധിക്കും. ആ റിട്ടാണ് സെറിഷ്യോറി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സാധനങ്ങളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഇങ്ങോട്ട് ഹാജരാക്കൂ, ഇനി ഞങ്ങൾ നോക്കാം എന്ന് പറയുന്നതാണ് സെറിഷ്യോറി എന്ന് പറയുന്ന റിട്ട്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ പ്രൊഹിബിഷനും ഈ സെറിഷ്യോറിയും മേൽക്കോടതികൾ കീഴ്ക്കോടതികൾക്കെതിരെ പ്രഖ്യാപിക്കുന്ന റിട്ടുകളാണ് കേട്ടോ. അടുത്തത് കോവാറന്റോ ആണ്. This writ is issued to prevent a person from holding a public office to which they are not entitled. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഒരു സ്ഥാനം, ഒരു പബ്ലിക് പൊസിഷനിൽ ഒരു വ്യക്തി ഇരിക്കുകയാണ്, അയാൾക്ക് അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് പരാതിപ്പെടാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന റിട്ടാണ് കോവാറന്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പേഴ്സൺ ആ ഒരു ഓഫീസ് ഓക്കുപ്പൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് അതിനുള്ള അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SV കമാൻഡ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാം. അപ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോവാറന്റോ. ഓക്കെ, വാട്ട് സിഗ്നിഫിക്കൻസ് ചേഞ്ച് ഡിഡ് ദ 86th Amendment Act ബ്രിങ് അബൌട്ട് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോ ഏത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് 86th അമെന്റ്മെന്റ് ആക്ട് വെച്ചിട്ട് നമ്മുടെ കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നത്? 86th അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നതാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21A എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നോക്കുക, ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എന്താണ്? ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. എൻഷുറിംഗ് ഇക്വറ്റബിൾ ആക്സസ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോ ഇന്ത്യയില് എലമെന്ററി എഡ്യൂക്കേഷൻ ഫ്രീ ആക്കാൻ കാരണമായിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം മുന്നോട്ട് വരുന്നതിന് കാരണമായ ആർട്ടിക്കിൾ 21A ആണ്. ഓക്കെ, അപ്പോ കുട്ടികളിൽ നിന്നും നമ്മൾ നിർബന്ധിതമായിട്ട് ഫീസും കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെ. സർക്കാർ സ്കൂളിൽ പോയാൽ 5 പൈസ ഫീസ് കൊടുക്കണ്ടല്ലോ. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സുഖമായിട്ട് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കും എല്ലാതും ഫ്രീ തരും അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണിത്. അപ്പോൾ ഇത് പ്രകാരം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ
പറയുന്നത് എന്തുണ്ട്, നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിനകത്ത് എന്ത് പറയുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21A പ്രകാരം കുട്ടികൾക്ക് ശരിയായിട്ട് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പോകുന്നത്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റ് രണ്ട് അമെന്റ്മെന്റ് കൂടെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 42ാമത് അമെന്റ്മെന്റ് 1976 വന്നിട്ടുള്ളതാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെന്റ്മെന്റ് ആണ് 42ാമത് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, നമ്മുടെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്, ഒരുപാട് ചേഞ്ചുകൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിലവിൽ വരുന്നത് 42ാമത് അമെന്റ്മെന്റിലൂടെയാണ്. 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിലവിൽ വരുന്നത് 42ാമത് അമെന്റ്മെന്റിന്റെ കീഴിലാണ്. കർട്ടൈലിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഇൻക്രീസിംഗ് ദ പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റുകളെ അനുകൂലിച്ചുകൊണ്ട് പലതരത്തിലുള്ള നിർദ്ദേശക തത്വങ്ങൾ, ചിലതൊക്കെ അങ്ങനെ ഘടകവിരുദ്ധമാണല്ലേ, അതുമായി ബന്ധപ്പെട്ട് കുറെ ജഡ്ജ്മെന്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം 51ാമത് A എന്ന് പറയുന്ന ആർട്ടിക്കിളോടുകൂടി നിലവിൽ വരുന്നത് 42ാമത് അമെന്റ്മെന്റിലൂടെയാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം അമെന്റ്മെന്റുകൾ, ഒരുപാട് സംഭവങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഭവം ആയതുകൊണ്ടാണ് അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് 44ാമത് അമെന്റ്മെന്റ് ആണ്. 1978 നിലവിൽ വന്നു. 42ാമത് അമെന്റ്മെന്റിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രൊവിഷനുകളെ നൾ ഔട്ട് ചെയ്യുന്ന കുറെ അധികം പ്രൊവിഷൻസ് 44ാമത് അമെന്റ്മെന്റിൽ നിലവിൽ വരികയുണ്ടായി. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് ബാൻഡഡ് ലേബർ? നിർബന്ധിത തൊഴിലെടുപ്പിനെ അല്ലെങ്കിൽ മനുഷ്യക്കടത്തിനെ ഒക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 23 ആണ് ചോദ്യം. ഇതിൽ ഇനി കൂടുതൽ ഫർദർ ഒന്നും പറയാനില്ല, എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞു പോയി അല്ലെ. അപ്പൊ ഞാൻ അത് വിവരിക്കുന്നില്ല. അടുത്ത ചോദ്യം, വിച്ച് പോയറ്റ്സ് വർക്ക് കണ്ടെയ്ൻ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് റൂറൽ ലൈഫ് ഇൻ കേരള? കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തെ കുറിച്ച് വിവരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രചന, ആ ഒരു രചനയൊക്കെ രചിച്ചത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഉത്തരം എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള വരിയാണ്, നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, കാട്ടിനകത്തോ കടലിനകത്തോ കാട്ടിത്തരുന്നു വിധിരത്നമെല്ലാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു രചനയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പത്തിന് കൂടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. ഈ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നുള്ള സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എപ്പോഴും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ വരും, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് കേട്ടിട്ടില്ലേ? അത് എഴുതിയിരിക്കുന്നത് ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ രചിച്ചിട്ടുള്ള കൃതിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ കൃതികളുണ്ട്. നവോപഹാരം, കാവ്യോപഹാരം, പിന്നെ ഓണം കഴിഞ്ഞു, അതേപോലെ പ്രപഞ്ചം, പിന്നെ സുഭാഷിതങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, ഇപ്പൊ റൂറൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡ്യൂറിംഗ് വിച്ച് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഡിഡ് 10 amendments ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടേക്ക് പ്ലേസ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള 10 അമെന്റ്മെന്റുകൾ ഏത് കാലഘട്ടത്തിലാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2001 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ 10 അമെന്റ്മെന്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അമെന്റ്മെന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞുപോയി. പിന്നെ ഇനിയിപ്പോ LDCയുടെ ഒക്കെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് അമെന്റ്മെന്റുകൾ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ അമെന്റ്മെന്റ് എന്നാ ചോദിക്കാന്ന്. അമെന്റ്മെന്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ സമയമില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് കറക്റ്റ് ആ ഒരു അമെന്റ്മെന്റ് മാത്രമെങ്കിലും എടുത്ത് നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ ഏറ്റവും ചെറുത് ഞാൻ ചോദിച്ചു കാണുന്ന പ്രധാനപ്പെട്ട 3 അമെന്റ്മെന്റുകളാണ് 42, 44 പിന്നെ 86ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള പലതരം കേസുകളും നിലവിൽ വന്നിട്ടുള്ള ഒരു ഇതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. നെയിം ദ കേസ് ഇൻ വിച്ച് ദ ജുഡീഷ്യറി അഡ്വാൻസ്ഡ് ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മുടെ കോടതി കൊണ്ടുവന്ന ആ ഒരു മൈൽ സ്റ്റോൺ കേസ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസാണ്. ഓക്കെ, കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് ഒരു സ്വാമിയായിരുന്നു, ഒരു ആശ്രമമൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം മരിച്ചു പോയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അതുകൊണ്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ടുള്ള ഒരു ജുറിഡിക്ഷൻ ആയിരുന്നു ഈ ഒരു കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ്, സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഓപ്ഷനിൽ തന്നിരിക്കുന്ന 4 പ്രധാനപ്പെട്ട കേസ് നമുക്ക് നോക്കി പോവാം. ആദ്യം വർഷം അനുസരിച്ച് നമുക്ക് ഇത് നോക്കിയിട്ട് അപ്പുറത്തെ നോക്കാം. അപ്പോ ഗോലഖ്നാഥ് കേസ് 1967 വന്നു. ഈ ഒരു കേസ് പ്രകാരം പറഞ്ഞു, held that fundamental rights cannot be amended under Article 368
എ സ്റ്റാൻഡ്സ് ലേറ്റർ മോഡിഫൈഡ് ബൈ കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റ്. എന്താ പറഞ്ഞത്? ഗോലഖ്നാഥ് കേസിനകത്ത് ജുറിഡിക്ഷനകത്ത് കോടതി പറയാണ് ആർട്ടിക്കിൾ 368 എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, അമെന്റ്മെന്റുകളാണ് അല്ലെ. അപ്പോ ആർട്ടിക്കിൾ 368 കീഴിൽ, ആർട്ടിക്കിൾ 368 കീഴിൽ പ്രസിഡൻഷ്യൽ ഭരണമാണ് അല്ലെ. ഈ ഒരു പ്രസിഡൻഷ്യൽ ഭരണം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ആർട്ടിക്കിളിന്റെ കീഴിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റുകളെ ഒന്നും അമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ കേസാണ് ഗോലഖ്നാഥ് കേസ് എന്ന് പറയുന്നത്. 1967 വന്നിട്ടുള്ള ഒരു കേസ്, ഒരു എന്താ പറയാ ജുറിഡിക്ഷൻ ആണ് അത് എന്ന് പറയും. അതിനുശേഷം ഈ ഒരു സംഭവമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അന്ന് ഈ ഒരു സംഭവത്തിന്റെ ഒരു ചരിത്രം പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അപ്പൊ അന്ന് ഇപ്പൊ നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ അന്ന് 7 ഫണ്ടമെന്റൽ റൈറ്റ് നമുക്കുണ്ട്. സ്വത്തിനുള്ള അവകാശം നമുക്കുണ്ട് അല്ലെ. ആ ഒരു സ്വത്തിനുള്ള അവകാശം ഇല്ലാതാക്കുന്ന ഒരു കാരണം വരുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ ഈ ഒരു 1972-73 കാലഘട്ടത്തിൽ കേശവാനന്ദ ഭാരതിക്ക് ഒരു ആശ്രമം ഉണ്ടായിരുന്നു കാസർഗോഡ് ഭാഗത്ത്. അപ്പോ ഈ ലാൻഡ് റിഫോംസ് നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഭൂപരിഷ്കരണ നിയമം. ഭൂപരിഷ്കരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേശവാനന്ദ ഭാരതിയുടെ ആശ്രമം ഇരിക്കുന്ന കുറെ ഭാഗങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. അപ്പൊ പുള്ളി നോക്കുമ്പോ എന്താ, പുള്ളിയുടെ പേരിലുള്ള കുറെ ആശ്രമമല്ലേ പോയത്, പുള്ളിയുടെ സ്വത്തിനുള്ള അവകാശമല്ലേ നഷ്ടപ്പെട്ടത്. അപ്പൊ എന്ത് ചെയ്തു, അദ്ദേഹം പോയിട്ട് കേസ് കൊടുത്തു. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജുറിഡിക്ഷനിലെ കോടതി പറയാണ് അന്ന് ഓൾറെഡി ഇന്ദിരാഗാന്ധി സർക്കാർ നിലവിലുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കുറേയധികം കോൺഫ്ലിക്റ്റുകൾ ഇന്ദിരാഗാന്ധിയുടെ കീഴിലുള്ള പാർലമെന്റും അതേപോലെ സുപ്രീം കോടതിയുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് പാസ്സാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ലാൻഡ് റിഫോം പോലെയുള്ള കുറെ കാര്യങ്ങൾ. നയൻത് ഷെഡ്യൂൾ ആണ് ഇപ്പോഴും ലാൻഡ് റിഫോംസ്. നയൻത് ഷെഡ്യൂളിനകത്ത് ഇട്ടിട്ട് പറഞ്ഞു, ഈ നയൻത് ഷെഡ്യൂള് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇതിന്, അതായത് കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിന് അർഹമല്ല എന്ന് പാർലമെന്റ് ഒരു ഇത് പാസ്സാക്കി. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു നിയമവും പാർലമെന്റ് പാസ്സാക്കിക്കോട്ടെ, ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പലതരം നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കൂലേ, ഈ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കുന്നുണ്ടെങ്കിൽ കോടതിക്ക് അതിനെ നൾ ആൻഡ് വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. അതാണ് എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി, നമ്മൾ നോക്കുമ്പോ ഏതോ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന് എതിരെയാണത്. അപ്പോ കോടതിക്ക് എന്ത് ചെയ്യാം, കോടതി ക്യാൻ ഡു ദാറ്റ്, അത് ഒരു നൾ ആൻഡ് വോയിഡ് ആണ്, ഈ ഒരു നിയമം പറ്റൂല, അത് കള എന്ന് കോടതിക്ക് പറയാൻ പറ്റും. അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ എന്ത് ചെയ്തു, നയൻത് ഷെഡ്യൂളിനകത്ത് ലാൻഡ് റിഫോംസിനെ ഇടുകയും ഈ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന കാര്യം എന്തല്ല, ഈ ജുഡീഷ്യൽ റിവ്യൂവിന് അർഹമല്ല എന്ന് പറയുകയും ചെയ്തു. ഓക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ഇത് വരുന്നുണ്ട്. ഗോലഖ്നാഥ് കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗോലഖ്നാഥ് കേസ് പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റിനെ അമെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഒരു സർക്കാർ വീണ്ടും അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് സർക്കാർ പറഞ്ഞു പാർലമെന്റിന് ഏത് ഭാഗത്തെ വേണമെങ്കിലും അമെന്റ് ചെയ്യാനുള്ള ആബ്സല്യൂട്ട് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതോടുകൂടി പാർലമെന്റ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയില്ലേ. അപ്പൊ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ആയിരിക്കണം അധികാരം എടുക്കേണ്ടത്, അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിൽ നിന്നും അല്ല. അതുകൊണ്ട് കോടതി വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ജൂറിഡിക്ഷൻ ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിൽ കൊണ്ടുവരികയാണ് 1973. കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇപ്പൊ അമെന്റ്മെന്റ് ചെയ്യണം, അതല്ലേ നിങ്ങളുടെ പ്രശ്നം, എന്ത് വേണമെങ്കിൽ അമെന്റ്മെന്റ് ചെയ്തോ, പക്ഷെ ബേസിക് സ്ട്രക്ചർ മാത്രം കളയരുത് എന്ന് പറഞ്ഞു. ഓക്കെ. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അപ്പൊ ഈ ബേസിക് സ്ട്രക്ചർ എന്താ, അതിലെന്തും വരാം, ഫണ്ടമെന്റൽ റൈറ്റ് വരാ, പല സംഭവങ്ങൾ വരാ, മൗലിക അവകാശം വരാ, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ് അതിനകത്ത് പറഞ്ഞ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ആ ഒരു ഡോക്ടറിൻ ആദ്യമായിട്ട് വരുന്നത് തന്നെ കേശവാനന്ദ ഭാരതി കേസിലാണ് 1973. ഈവൻ ദോ ആ സമയത്ത് എന്താണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും 1980 നടന്നിട്ടുള്ള മിനർവ മിൽസ് കേസ് റെയിൻഫോഴ്സ്ഡ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ സ്ട്രൈക്കിംഗ് ഡൗൺ അമെന്റ്മെന്റ്സ്. ഓക്കെ. അപ്പോ ഈ ഒരു ബേസിക് സ്ട്രക്ചറിനെ കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഇന്നതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് ഡിഫൈൻ ചെയ്ത ജഡ്ജ്മെന്റ് ആണ് 1980 മിനർവ മിൽ കേസ്. ഈ ഒരു ഇത് പ്രകാരം ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിന് ശേഷം പാർലമെന്റ് എന്ത് ചെയ്തു, വീണ്ടും പാർലമെന്റ് അതിനകത്ത് അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് പാർലമെന്റ് ആർട്ടിക്കിൾ 31C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസ് അതിനകത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അതില്ല, എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 31C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതിനകത്തുള്ളതൊന്നും ജുഡീഷ്യൽ റിവ്യൂ ഒന്നും പറ്റില്ല, വേണ്ട എന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു സംഭവത്തെ എടുത്തു കളഞ്ഞിട്ട് ആർട്ടിക്കിൾ 31C എന്ന് പറയുന്നത് തന്നെ ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമാണ്, എടുത്തു കളാന്ന് പറഞ്ഞിട്ട് ആ ഒരു ആർട്ടിക്കിളിനെ തന്നെ എടുത്തു കളയുന്നതാണ് മിനർവ മിൽ കേസിൽ ചെയ്തത്. ഓക്കെ.
ഗേവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പ്രസിഡൻസ് ഓവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് അമെന്റ്മെന്റ് പവേഴ്സ്. അപ്പൊ എന്താ പറഞ്ഞേ, പാർലമെന്റിനുള്ള അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അമെന്റ്മെന്റ് പവറിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. മാത്രമല്ല മിനർവ മില്ല് കേസിൽ വളരെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കോടതി പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ, എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ബേസ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് വന്നാൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അങ്ങനെ സയന്റിഫിക് ക്വസ്റ്റ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശക തത്വങ്ങൾ അല്ലെ. അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങളും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിൽ എപ്പോഴെങ്കിലും ഒരു കോൺഫ്ലിക്ട് വന്നാൽ അവിടെ ആര് ജയിക്കണം? ഫണ്ടമെന്റൽ റൈറ്റ് ജയിക്കണം എന്ന് പറഞ്ഞത് മിനർവ മില്ല് കേസിലാണ് പറയുന്നത്. അപ്പൊ ഇത് നേരെ കടകവിരുദ്ധമായിട്ടുള്ള പലതരത്തിലുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പോ സയന്റിഫിക് ക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ നിർബന്ധിച്ച് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള പല സംഭവങ്ങളും നേരെ കടകവിരുദ്ധമായിട്ട് വരുന്നുണ്ട്. അതിന് കുറെ എക്സാമ്പിൾ ഉണ്ട്, നമുക്കിപ്പോ അത് വിവരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ മിനർവ മില്ല് കേസിൽ ഇതാണ് പറഞ്ഞത്, എപ്പോഴെങ്കിലും ഒരിക്കൽ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് വന്നാൽ അവിടെ എന്തിനെ നമുക്ക് പ്രിയോറിറ്റി ആയിട്ട് എടുക്കണം? ഫണ്ടമെന്റൽ റൈറ്റിനെ പ്രിയോറിറ്റി ആയിട്ട് എടുക്കണം. ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റിനുള്ള ആ ഒരു ഇത് പോരുത്. ഓക്കെ, അപ്പോ ഈ കേസുകൾ ഓക്കെയാണ്. ഇനി 1974 SR ബൊമ്മൈ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസും കൂടെ വന്നു. എന്താ പറഞ്ഞത്? അഫേംഡ് ഫെഡറലിസം ആസ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. അതിനകത്ത് പറഞ്ഞു ഫെഡറലിസം എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഫെഡറേഷൻ ആണ്. ഫെഡറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഓരോ ഇൻഡിവിജ്വൽ രാജ്യങ്ങൾ ഒരു യൂണിയന്റെ കീഴിലുണ്ട്. അമേരിക്ക ഒരു ഫെഡറേഷൻ ആണ്. അവിടെ ഓരോരോ സ്റ്റേറ്റിനും, ഇപ്പൊ വാഷിംഗ്ടൺ DC-യിലുള്ള നിയമമല്ല സാൻ ഫ്രാൻസിസ്കോയിലുള്ളത്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ കൊല ചെയ്താൽ കിട്ടുന്ന അതേ ശിക്ഷയായിരിക്കും മധ്യപ്രദേശിൽ ചെയ്താൽ നമുക്ക് കിട്ടുക. ആ കുറ്റത്തിന് മാത്രമേ നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ, സ്ഥലം മാറി നേരിട്ട് നമുക്ക് വ്യത്യാസമില്ല. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? യൂണിയന്റെ കീഴിലുള്ള ഫെഡറേഷനുകളാണ്. എന്നാൽ ഈ ഓരോ രാജ്യത്തിനും ഓരോ സംസ്ഥാനത്തിനും നമുക്ക് എന്തുണ്ട്? ഒരു പ്രത്യേകമായിട്ടുള്ള മന്ത്രിസഭ ഉണ്ട് താനും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു യൂണിയനും ഉണ്ട്, എന്നാൽ ഫെഡറേഷനും ആണ്. ആ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ സോവിയറ്റ് യൂണിയന്റേത് പോലെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള യൂണിയന്റെ കീഴിലും അല്ല പവർ. അപ്പൊ ഈ ഒരു ഫെഡറൽ ആയിട്ടുള്ള ഒരു നയം ഉണ്ടല്ലോ, അതായത് കേരളത്തിന് ചില കാര്യങ്ങളിലൊക്കെ ഒരു അധികാരമുണ്ട്, യൂണിയന് വേറെ കുറെ കാര്യങ്ങളിലൊക്കെ അധികാരമുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു ത്രാസിൽ നമ്മുടെ ആ ഒരു ഫെഡറേഷൻ ആൻഡ് യൂണിയൻ പവേഴ്സ് പോകുന്നുണ്ടല്ലോ, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണ്, അത് കളയാൻ പാടില്ല എന്ന് പറഞ്ഞത് SR ബൊമ്മൈ കേസിലാണ്. 1994 നടന്നിട്ടുള്ളത്. അപ്പോൾ റൂളിംഗ് ദാറ്റ് പ്രസിഡന്റ്സ് റൂൾ അണ്ടർ ആർട്ടിക്കിൾ 356 മസ്റ്റ് ഹാവ് ഒബ്ജക്റ്റീവ് ജുറിഡിക്ഷൻ ആൻഡ് ഈസ് നോട്ട് സബ്ജക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞ, നമ്മുടെ പ്രസിഡൻഷ്യൽ റൂള് എന്ന് പറയുന്നത് ഒരിക്കൽ വന്നിട്ട് പ്രസിഡൻഷ്യൽ റൂള് പ്രകാരം ഓർഡിനൻസുകളൊക്കെ കൊണ്ടുവന്നാലും അതും എന്തിന് ഇതാണ്, നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂവിന് പറ്റും. ജുഡീഷ്യൽ റിവ്യൂ നോക്കിയിട്ടേ അതും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് SR ബൊമ്മൈ കേസിൽ വന്നു. ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയില്ല എന്ന് വിചാരിക്കുന്നു. മിനർവ അതിലും വരുന്നു ഇല്ല. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിന്റെ ഉത്തരം കേശവാനന്ദ ഭാരതിയാണ്. അതിന് കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ മിനർവ മില്ല് കേസിൽ എന്താ പറയുന്നത്, അതിനെ ഒന്ന് എന്താ പറയാ എലാബറേറ്റ് ചെയ്യാണ് ചെയ്തത്. പ്രധാനമായിട്ട് മിനർവ മില്ല് കേസ് എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കാട്ടി സുപ്പീരിയർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കേസ് എന്താണെന്ന് ചോദിച്ചാൽ അത് മിനർവ മിൽസ് ആണ്. നമ്മുടെ ബേസിക് സ്ട്രക്ചറിനെ ഇലാബറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് വളരെയധികം ഡിഫൈൻ ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മിനർവ മില്ല്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആ ഒരു ഒരു ഇതിനെ ഒരു ടേമിനെ പറഞ്ഞത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി തന്നെയാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആക്കിയില്ല, ഏകദേശം കഥയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ റിഫോം സച്ച് എസ് അബോളിഷൻ ഓഫ് കമ്പൽസറി ലേബർ ആൻഡ് സ്ലേവ്. അതായത് ഇപ്പോഴത്തെ അല്ല, ഇന്ത്യയുടെ കീഴിലല്ല, 19ാം നൂറ്റാണ്ടിലെ കൊച്ചി രാജ്യത്തുള്ള നിർബന്ധിതമായിട്ടുള്ള തൊഴിലെടുപ്പിനെയും അതേപോലെ തന്നെ സ്ലേവറിയും, അതായത് അടിമത്തത്തെയും നിർത്തലാക്കിയ ദിവാൻ ആരാണെന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ദിവാൻ ശങ്കുണ്ണി മേനോൻ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് എംപയർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ദിവാനായിരുന്നു. എറണാകുളം പബ്ലിക് ലൈബ്രറി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കൊണ്ടുവരുന്നത്. ദിവാനാണ് കേട്ടോ, അദ്ദേഹം രാജാവല്ല. രാജാവിന്റെ കീഴിലുള്ള ഒരു മന്ത്രി പോലത്തെ ഒരു പദവിയാണ് ദിവാൻ പദവി എന്ന് പറയുന്നത്. അദ്ദേഹം 1870 to 73 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പബ്ലിക് ലൈബ്രറികൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ കുറെ സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ എറണാകുളം സ്കൂൾ റൈസ് ചെയ്തു, സെക്കൻഡ് ഗ്രേഡ് കോളേജ് കൊണ്ടുവന്നു, ഇംഗ്ലീഷ് സ്കൂളുകൾ, താലൂക്ക് സെന്റേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് തോട്ടക്കാട്ട് ശങ്കുണ്ണി മേനോൻ എന്നുള്ളതാണ്. അദ്ദേഹം എന്താ പറയാ, കൊച്ചിൻ കിങ്ഡത്തിന്റെ ദിവാനും കൂടി ആയി.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് കൊച്ചിൻ കിങ്ഡത്തിലാണ് എന്നുള്ള ഒരു പോയിന്റെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് നോക്കി വെക്കുക. കാരണം ഇതൊക്കെ എങ്ങനെ നമുക്ക് കുറെ കഥ പഠിക്കാനില്ല. നമ്മൾ പ്രധാനപ്പെട്ട സാമൂഹിക നേതാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്ന ഒരാളല്ല ശങ്കുണ്ണി മേനോൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഈ PYQ നോക്കുമ്പോൾ ഇദ്ദേഹം കൊച്ചിയിൽ നിന്നുള്ള ആളാണ് എന്നെങ്കിലും ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യം വന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ. കഥകളും കാര്യങ്ങളും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ഞാൻ പരമാവധി ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഒന്നൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, അതന്നെ. ഡിഫൈൻ മിനർവ മിൽസിലും അതേസമയം ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേശവന്തവാരതി. അത്രയാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉത്തരം എഴുതണം. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് വരാം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇത്രയും നേരം അറ്റൻറ്റീവ് ആയിട്ടിരുന്നതിന് വളരെയധികം താങ്ക്സ്. ഓക്കെ, താങ്ക് യു.